നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. കുട്ടനാട്ടിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനൊരു പരിസ്ഥിതി ദിനാശംസ അറിയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്. കുട്ടനാട്ടിൽ ഇപ്പം നമ്മളെല്ലാവരും വെള്ളപ്പൊക്കത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം തന്നെ കുട്ടനാട് സമുദ്രനിരപ്പിൽ താഴെയുള്ള ഒരു പ്രദേശമാണ്. കുട്ടനാട് മാത്രമാണ് ശരിക്കും ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ താഴെയുള്ള ഒരു മേഖല അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന മേഖല. അതിന് അന്താരാഷ്ട്ര കാർഷിക പൈതൃക പട്ടികയിൽ സ്ഥാനം കിട്ടിയ ഒരു മേഖല. അപ്പം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ പരിസ്ഥിതി പരിപാലനം ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പരിസ്ഥിതി ദിനം എന്നുള്ളൊരു കാഴ്ചപ്പാടിലല്ല ഇങ്ങനെ ഒരു പാനൽ ഡിസ്കഷൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടനാടിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് കുട്ടനാടൻ സമൂഹത്തെയും കുട്ടനാടനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കുട്ടനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി MS സ്വാമിനാഥൻ ഗവേഷണ നിലയം HDFC ബാങ്ക് പരിവർത്തൻ പദ്ധതിയുടെ ഭാഗമായി HDFC ബാങ്കിൻ്റെ ഒരു സാമ്പത്തിക സഹായത്താൽ നമ്മൾ പുളുങ്ങുന്നിൽ കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻറ്റർ എന്ന ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കുട്ടനാട്ടിലെ പരിസ്ഥിതി സംരക്ഷണവും വിഭവങ്ങളുടെ പരിപാലനവും അല്ലെങ്കിൽ കുട്ടനാടൻ കർഷകരുടെ ക്ഷേമവും അതുമാതിരിയുള്ള ജനകീയമായിട്ടുള്ള ആൾക്കാരിലേക്ക് ഗവേഷണത്തെയും ഗവേഷണ ഫലങ്ങളെയും എത്തിക്കുക, അതുവഴി മെച്ചപ്പെട്ട ശാസ്ത്രീയ സേവനം ജനങ്ങൾക്ക് എത്തിക്കുക, സമൂഹത്തിന് എത്തിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തോടുകളും നമ്മുടെ നെൽപ്പാടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കൃഷികളും ഒക്കെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തു വരുന്നത്. അത് ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അതിൽ നിന്ന് ഉപകാരവും അല്ലെങ്കിൽ പ്രയോജനവും ലഭിച്ചിട്ടുള്ളതായിരിക്കും. അപ്പം ഇന്ന് ഈ ഒരു പദ്ധതി കുട്ടനാട് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻറ്ററും എടത്വാ സെൻറ് അലോഷ്യസ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന കുട്ടനാട് സ്റ്റഡി സെൻറ്ററുമായിട്ട് ചേർന്നാണ് ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടനാടിൻ്റെ ഈ ഒരു പ്രത്യേകത, കുട്ടനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നമുക്ക് തന്നെ അറിയാം. ഇപ്പം കേരളത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന മറ്റ് പലയിടത്തും ഇന്നിപ്പം ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മരങ്ങളാണ് നടുന്നത്. ശരിക്കും ഒരു സാധാരണ കുട്ടനാട്ടുകാരന് അതിനും കൂടി കഴിയുന്നില്ല. കാരണം സാധാരണ പൊതുവെ കുട്ടനാട്ടിൽ മഴക്കാലത്ത് ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു രീതി ഉള്ളതാണ്. പ്രളയമൊക്കെ വളരെ വർഷങ്ങൾ കൂടി ഇതൊക്കെയാണ് മഹാപ്രളയങ്ങളും അല്ലെ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ കുട്ടനാട്ടുകാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെ കുട്ടനാടിൻ്റെ ചരിത്രം തന്നെ ഒരു മഴക്കാലത്ത് ചെറിയ വെള്ളപ്പൊക്കം അതൊരു കുട്ടനാടിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മരം നട്ട് കഴിഞ്ഞാൽ അത് വേര് പിടിച്ച് വളർന്നു വരണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിലെ പല പരിസ്ഥിതി ദിനാചരണങ്ങളും ഒന്നുമില്ലെങ്കിൽ ഒരു ജലാശയം ശുചീകരിച്ച് അല്ലെങ്കിൽ പോളവാരലോ അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യലോ പോലുള്ള പരിപാടികളായിട്ട് മാറുന്നത്. അപ്പോൾ കുട്ടനാടിൻ്റെ പ്രത്യേകത തന്നെയാണത്. കേരളത്തിൽ തന്നെ എല്ലാ പ്രദേശങ്ങളിലും പരിസ്ഥിതി ദിനം മരം നട്ട് ആചരിക്കുന്നു. ഇവിടെ അതിൽ നിന്നൊരു വ്യത്യസ്തത, അത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്തതയുടെ പ്രകടമായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് തന്നെയാണ് കുട്ടനാടിൻ്റെ ഈ പ്രത്യേകതയും. സമുദ്രനിരപ്പിൽ താഴെ കൃഷി ചെയ്യുന്ന ഈ പ്രദേശത്തെ വിഭവങ്ങളുടെ പരിപാലനം അതിന് അതിൻ്റെതായ കാഴ്ചപ്പാടിൽ തന്നെ ചെയ്യണം. നമ്മുടെ ഈ പരിമിതിയിലുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഒരു സുസ്ഥിര കുട്ടനാടൻ ജീവിതം എങ്ങനെ നമുക്ക് കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കാഴ്ചപ്പാട്. അത് തന്നെ ആവണം കുട്ടനാടിൻ്റെ ഒരു കാഴ്ചപ്പാട്. കുട്ടനാടിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കാനും നമ്മുടെ ഈ പ്രകൃതിയെയും നമ്മുടെ വിഭവങ്ങളെയും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. ഈ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം ഒരു 10 വർഷത്തേക്കുള്ള പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയാണ് ലോകത്തിൽ തന്നെ ഈ വർഷത്തെ മുതൽ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു കാഴ്ചപ്പാട് പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം റിസ്റ്റോറേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ക്രമം നമുക്ക് കുട്ടനാട്ടിൽ കെട്ടിപ്പടുക്കാം. ഇന്ന് നടക്കുന്ന പാനൽ ഡിസ്കഷൻ നമ്മുടെ ഈ കുട്ടനാട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ ഒരു കാഴ്ചപ്പാടിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഭവ പരിപാലനത്തിന് ഉതകുന്ന തരത്തിലുള്ള എക്സ്പെർട്സിനെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
അപ്പം വിദഗ്ധർ അവരുടെ അഭിപ്രായം കുട്ടനാടിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്ക് കാണിച്ചു തരും. നമുക്ക് അവരുടെ ചർച്ചകളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പകുതി ആൾക്കാർ വെള്ളപ്പൊക്കത്തിൻ്റെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പകുതി സ്ഥലത്ത് കറണ്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ, അതിപ്പം നമ്മളായിട്ട് അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, സമൂഹത്തിൽ ആൾക്കാരുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അവരിങ്ങനെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയിൽ, ഈ പാനൽ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവർ തന്നെ അതിനെ ആൻസർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണം നമുക്ക് അവർ കാണിച്ചു തരുന്ന ഒരു തരത്തിലാണ് നമ്മളിതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കടക്കാം. പ്രിയ സുഹൃത്തുക്കളെ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കുട്ടനാടിൻ്റെ, അതുപോലെ തന്നെ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ അലോഷ്യൻ സ്റ്റഡി സെന്റർ ഓൺ കുട്ടനാടിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന പാനൽ ഡിസ്കഷൻ കുട്ടനാടിന്റെ പരിസ്ഥിതി പരിപാലനം ശാസ്ത്രീയ സമീപനത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ പാനൽ ഡിസ്കഷന് എല്ലാ ആശംസകളും നേരുന്നു. റാംസർ സൈറ്റായ വേമ്പനാട് വെറ്റ്ലാൻഡ് സിസ്റ്റത്തിൻ്റെ ഒരു വിഭാജ്യ ഘടകമാണ് കുട്ടനാട് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. കുട്ടനാട് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേമ്പനാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എൻ്റെ ഒരു ഡ്രെയിനേജ് പാറ്റേൺ വളരെയധികം പ്രത്യേകത ഉള്ളതാണ്. അതായത് 5 പുഴകളാണ് ഇതിനകത്തോട്ട് ഒഴുകി എത്തുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അച്ചൻകോവിൽ, പമ്പ, മണിമല സൗത്ത് ഈസ്റ്റ് സൈഡിലോട്ട് ഒഴുകി എത്തുകയും പിന്നെ മീനച്ചിൽ ഈസ്റ്റേൺ സൈഡിലോട്ടാണ് ഇത് ഒഴുകി എത്തുന്നത്. പിന്നീടുള്ള മൂവാറ്റുപുഴയാണ്, അത് ഈ കുട്ടനാട് ഇക്കോസിസ്റ്റത്തിൻ്റെ നോർത്തേൺ സൈഡിലോട്ടാണ് ഒഴുകി എത്തുന്നത്. ഈ 5 പുഴകളും ഈ കാലാകാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി പണ്ട് കാലം തൊട്ടേ ഒഴുകിയെത്തുന്ന ഒരു പ്രത്യേകതയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇക്കോസിസ്റ്റത്തിനുള്ളത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ മൺസൂൺ സമയത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നതും, അല്ലെങ്കിൽ ആ സമയത്ത് പലപ്പോഴും വെള്ളം ശരിക്കും പറഞ്ഞാൽ ക്യാരിങ് കപ്പാസിറ്റിയുടെ കൂടുതൽ കൂടുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അങ്ങനെ പല സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പിന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവെൻഷനായിട്ട് തോട്ടപ്പള്ളി സ്പിൽവേ നമ്മൾ നിർമ്മിച്ചത്. ആ സ്പിൽവേയുടെ നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുഴകൾ പിന്നെ കൊണ്ടുവരുന്ന പിന്നെ വെള്ളം അല്ലെങ്കിൽ കൂടുതൽ വരുന്ന വെള്ളം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വെള്ളം സ്പിൽവേ വഴി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അറേബ്യൻ സീയിലോട്ട് ഒഴുക്കി കളയാനുള്ള ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നമ്മൾ പിന്നെ ഉണ്ടാക്കിയേക്കുന്നത്, അല്ലെങ്കിൽ ചെയ്ത് നിർമ്മാണ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ട് അത് പിന്നെ നിർമ്മിച്ചതും. പല കാലാകാലങ്ങളായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യത്തെയൊക്കെ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നീട് പല സമയത്തും ഇതിൻ്റെ പിന്നെ മണ്ണടിഞ്ഞിട്ട് വേണ്ട രീതിയിൽ ഇതിൻ്റെ മൗത്ത് ശരിക്കും പറഞ്ഞാൽ കടലിലോട്ട് പിന്നെ അഭിമുഖീകരിച്ചിരിക്കുന്ന മൗത്ത്, അതിൻ്റെ ഒരു വീതി കുറഞ്ഞു വന്ന കാരണം പലപ്പോഴും വേണ്ട രീതിയിൽ ഈ പറഞ്ഞ മൺസൂൺ സമയത്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ വെള്ളപ്പൊക്ക സമയത്ത് എല്ലാ വർഷവും ഇതിൻ്റെ വീതി കൂട്ടാനായിട്ട് മണൽ മാറ്റിയിട്ടും അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ടും ഒക്കെ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരമായിട്ട് നമ്മൾ ഇതുവരെ കാണുന്നില്ല. അപ്പോൾ അതാണ് ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ളത് ഇപ്പോൾ ഈ നമ്മൾ നെൽകൃഷിയുടെ ഒരു പിന്നെ കൂടുതൽ ആക്കം കൂട്ടാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം ബാരേജ് നമ്മൾ നിർമ്മിച്ചത്. തണ്ണീർമുക്കം ബാരേജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സലനിറ്റി, അതായത് പിന്നെ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഡിസംബർ തൊട്ട് ശരിക്കും പറഞ്ഞാൽ മാർച്ച് വരെയാണ് സാധാരണ രീതിയിൽ ഈ പിന്നെ സലനിറ്റി അറേബ്യൻ സീയിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ തള്ളി കയറാനുള്ള ഒരു പോസിബിളായിട്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അത് തടയാൻ വേണ്ടിയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ തണ്ണീർമുക്കം ബാരേജിൻ്റെ നിർമ്മാണം നമ്മൾ നടത്തിയിരുന്നത്. അത് ഒരു പരിധിവരെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഉപ്പുവെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം തടയാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് എല്ലാ വർഷവും പല പഠനത്തിൻ്റെ ഭാഗമായിട്ട്, എല്ലാ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട്
നമ്മൾ ഡിസംബർ 15 സാധാരണ രീതിയിൽ കളക്ടറുടെ ഒരു നിർദ്ദേശാനുസരണം ഡിസംബർ 15 തണ്ണീർമുക്കം ബാരേജ് അടയ്ക്കുകയും അത് കഴിഞ്ഞ് മാർച്ച് 15 അല്ലെങ്കിൽ അതിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഒരു കൃഷിയുടെ ചെയ്യുക അല്ലെങ്കിൽ നെൽകൃഷിയുടെ ചെയ്യാനായിട്ട് കർഷകർക്കൊരു സാവകാശം കിട്ടുന്നതിനുള്ള ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തന്നെ CWRDന്റെ പഠനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ പൊള്യൂട്ടൻസ് ഇതിൽ ഫ്ലഷ് ചെയ്യാതെ അതിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇതിൻ്റെ സദേൺ സൈഡ് ഇപ്പം നമ്മൾ ബണ്ട് അടച്ചു കഴിയുമ്പോൾ വേണ്ട രീതിയിൽ ഫ്ലഷിങ് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ, ഈ പുഴകൾ കൊണ്ടുവരുന്ന മാലിന്യം ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വേമ്പനാടിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്കോസിസ്റ്റത്തിന് തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ മത്സ്യത്തിൻ്റെ ഒന്നും പരാഗണം നടക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് അടിഞ്ഞു കിടക്കുമ്പോൾ വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മൈഗ്രേഷനൊന്നും നടക്കുന്നില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ മത്സ്യസമ്പത്തിനെ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റും ശരിക്കും പറഞ്ഞാൽ മത്സ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ ഒരു പരാതിയും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു സ്ഥലം കൂടാണ് നമ്മുടെ ഈ കുട്ടനാട്, പ്രത്യേകിച്ച് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീടുള്ളത് തോട്ടപ്പള്ളിയുടെ ഒരു കാര്യമാണ്. അത് CWRD IITയുടെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയുടെ അടുത്തായിട്ട് പോകുന്ന ചില കനാൽസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണ് അടിഞ്ഞ് സിൽട്ടേഷൻ വന്നിട്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു പ്രധാന ലീഡ് ചാനൽ എന്ന് പറയുന്നത് വിയമ്പുരത്തുള്ള ഒരു ചാനലാണ്. അത് 2 പുഴകൾ, ഇപ്പോൾ പമ്പൈ അച്ചൻകോലും ആ ഒരു ഇതിലോട്ടാണ് എത്തിച്ചേരുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ സിൽട്ടേഷൻ വന്നിട്ട് അതിൻ്റെ ആഴം വേണ്ട രീതിയിൽ കുറഞ്ഞു വരുന്നതുകൊണ്ട് അത് വേണ്ട രീതിയിൽ വെള്ളത്തിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ച് കുറവാണ് ഇപ്പം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് മുമ്പൊക്കെ. അതുകൊണ്ടാണ് വലുതായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് പല എഫേർട്സ്, പല പ്രോഗ്രാംസും പ്രോജക്റ്റും ഉണ്ടായിട്ട് വീതി കൂട്ടാനായിട്ടുള്ള എഫേർട്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ സ്റ്റഡിയിലും അതിൻ്റെ ഒരു വീതി ഏതാണ്ട് ഒരു 300 മീറ്ററെങ്കിലും കൊണ്ടുവരണമെന്നുള്ള ഒരു അഭിപ്രായമാണ് അത് നമ്മൾ കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാവവും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പഠനത്തിൻ്റെയും അഭിപ്രായത്തിൽ അത് വീതി കഴിഞ്ഞ വർഷങ്ങളിൽ കൂട്ടാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. അത് കൂട്ടുവാണെങ്കിൽ കുറച്ച് വെള്ളം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കനാല് വഴി കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഒരു കനാലുണ്ട്. അതിൻ്റെ ഒരു പ്രവൃത്തികൾ അത് പലപ്പോഴും പല രീതിയിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രവൃത്തി വരുവാണെങ്കിൽ ഒരു പരിധി വരെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ആക്യം കുറയ്ക്കാനായിട്ട് ഈ കനാലും സഹായിക്കും എന്നുള്ളത് തന്നെയാണ് പഠനം കാണിക്കുന്നത്. അതും നമുക്ക് പരീക്ഷ അല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് വെള്ളപ്പൊക്കം തടയാനായിട്ട്. പിന്നെ സിൽട്ടേഷന് പല ചാനലും ഇതോട് ഈ പറഞ്ഞ തോട്ടപ്പള്ളിയിലോട്ട് എത്തുന്ന ചാനലുകളൊക്കെ ഈ പറഞ്ഞ സെഡിമെന്റേഷൻ കൊണ്ട് പല രീതിയിൽ വെള്ളത്തിൻ്റെ ഒരു അളവ് ഈ പറഞ്ഞ പോലെ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞ രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലൊക്കെ നവീകരിച്ചിട്ട് അതിനകത്തുള്ള വെള്ളം കൂടുതൽ ഒഴുകാനായിട്ടുള്ള ഒരു സാവകാശം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. പിന്നീട് ഈ പറഞ്ഞ ഇപ്പം റൂം ഫോർ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നെതർലൻഡ്സ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. നമ്മുടെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പുഴകളുടെ ശരിക്കും പറഞ്ഞാൽ ഫ്ലോ നമുക്ക് ഏത് രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് പുഴകൾ ഒഴുകുകയാണെങ്കിൽ ആ സ്ഥലത്ത് പുഴയുടെ ഒഴുക്ക് നമ്മൾ ഏതൊക്കെ രീതിയിൽ അത് സഹായിക്കാൻ പറ്റും, ഒരു സ്ഥലത്ത് പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്താനായിട്ട് പറ്റുന്ന രീതിയിൽ ഉള്ള ചില നടപടികൾ സ്വീകരിക്കാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ ആ സമയം പതുക്കെ വെള്ളം ഒഴുകി അവിടെ എത്തുകയുള്ളൂ. അപ്പോൾ അത് കുറെ കൂടെ പുഴകൾക്ക് ഈ പറഞ്ഞ സംസ്കരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാരിങ് കപ്പാസിറ്റി കൂട്ടാനും സാധിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ കുട്ടനാടിൻ്റെ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ
ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ നമുക്ക് തെളിയിക്കുന്നത്. അതുപോലെ സലൈറ്റിയുടെ ഇപ്പം തണ്ണീർമുക്കം ബാരേജിൻ്റെ കുറച്ച് ഒരു പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു പരിഹാരം ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഡിസംബർ മുതൽ മാർച്ച് വരെ അടിച്ചിടാതെ സലൈറ്റിയുടെ നമ്മളൊരു മെഷർമെൻറ്റ്, ഇപ്പോൾ സെൻസറൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, സെൻസർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 50 മീറ്ററോ 100 മീറ്ററോ ഇടവിട്ട് സെൻസർ ഘടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഈ പറഞ്ഞ രീതി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാരേജ് അടയ്ക്കാനും തുറക്കാനുമായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുവാണെങ്കിൽ ഒരു ഇത്ര മീറ്റർ വരുമ്പോൾ 500 മീറ്ററോ അല്ലെങ്കിൽ ഒരു പിന്നെ 700 മീറ്ററോ അവിടെ വരെ സലൈറ്റി വരാൻ സാധ്യതയുള്ള സമയത്ത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ ഉപയോഗിച്ചിട്ട് ക്രോസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഓട്ടോമേറ്റഡ് കൈൻഡ് ഓഫ് കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പ്രാവശ്യം ഇത് തുറന്നിട്ടാലും പ്രശ്നമില്ല, ഉപ്പുവെള്ളം കയറില്ല. അപ്പം പരിസ്ഥിതിക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ മോഡേണൈസേഷൻ ഓഫ് തണ്ണീർമുക്കം ബാരേജ് എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു പഠനം നടത്തി മോഡലിംഗ് നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടനാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനത്തിലൊക്കെ കാണിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സുനിൽ കുമാർ. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പറഞ്ഞതനുസരിച്ച് അവരയച്ചു തന്ന ഒരു ചോദ്യാവലിയുടെ ഉത്തരം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കി അയക്കുകയാണ് ഈ കൂടെ. അപ്പോൾ അതൊരു ചെറിയ പ്രസന്റേഷൻ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പ്രധാനമായിട്ടും കുട്ടനാടിന്റെ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അത് നമുക്ക് അതിന് വെള്ളപ്പൊക്കത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളുണ്ട്, കുട്ടനാടിന്റെ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളുണ്ട്, കൃഷിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതില് എൻ്റെ പരിമിതമായ അറിവിന് അനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഉത്തരം പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ പ്രസന്റ് ചെയ്യുന്ന സ്ലൈഡുകൾ എല്ലാവർക്കും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, കുട്ടനാട്ടിൽ മാത്രം എന്തുകൊണ്ടാണ് സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ഈ അടുത്ത കാലങ്ങളിൽ ആ വെള്ളപ്പൊക്കത്തിന്റെ തോതും രൂക്ഷതയും കൂടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്കറിയാം, കുട്ടനാട് ഒരു താഴ്ന്ന പ്രദേശമാണ്. കുട്ടനാടെന്ന് പറയുന്നത് മുൻകാലത്ത് വെള്ളം മാത്രമായ പ്രദേശമായിരുന്നു. 4-5 നദികൾ നമുക്കറിയാവുന്ന പോലെ പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ, മൂവാറ്റുപുഴ, അത് വടക്ക് ഭാഗത്ത്. ഈ 4-5 നദികൾ കുട്ടനാട്ടിലേക്ക് വേമ്പനാട്ടുകായലിലേക്ക് ഒഴുകി വരുന്നതിനിടയ്ക്ക് അവ കൊണ്ട് നിക്ഷേപിക്കുന്ന ഡെൽറ്റ അല്ലെങ്കിൽ എക്കലടിഞ്ഞാണ് ഈ കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശം തന്നെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്ന കാലത്ത് മഹാരാജാവ് പറഞ്ഞ അനുസരിച്ച് തിരുവിതാംകൂറില് കായൽ നിലങ്ങള് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ധാരാളം. അപ്പൊ ആ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ കായൽ നിലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടനാടിന്റെ ഒരു 50% പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ മഴക്കാലത്ത് വെള്ളം കയറുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്, നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. ഈ മഴക്കാലത്ത് മാത്രമല്ല, ഈ പറയുന്ന നദികളെല്ലാം കിഴക്കൻ വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്നത് വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതലുമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷ്യക്ഷാമം നേരിടാനായിട്ട് വേമ്പനാട് കായലിന്റെ ബഹുഭൂരിപക്ഷം ആ സമയത്ത് കൂടുതൽ കായൽ നിലങ്ങൾ നികത്താനായിട്ടുള്ള ഒരു അനുവാദം കൊടുത്തിരുന്നത് കൊണ്ട് 40% കായൽ നിലം കൃഷിഭൂമിക്കായിട്ട് മാറിയപ്പോൾ ശേഷിക്കുന്ന ഭാഗത്തിന്റെ ആഴം മനുഷ്യന്റെ അഹിത പ്രവൃത്തിയാൽ കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ സാധിക്കില്ല. പരിസ്ഥിതിയുടെ സൗഹൃദത്തിന് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയ്ക്ക് വിഘാതം വരുത്തുന്ന രീതിയിലുള്ള ധാരാളം പ്രവൃത്തികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടില്
ജനവാസം ഉണ്ടായത് തന്നെ കൃഷി ഇവിടെ സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യാത്ര ആവശ്യമായിട്ട് വന്നു. യാത്രയ്ക്ക് ജലഗതാഗതം മാത്രമല്ല കരഗതാഗതവും ആവശ്യമാണെന്ന് വന്നപ്പോഴാണ് ധാരാളം റോഡ് നെറ്റ്വർക്കുകൾ നമുക്കിവിടെ ഉണ്ടായി വന്നത്. കൂടാതെ ധാരാളം നിർമ്മാണ പ്രവൃത്തികളും ഇവിടെ നടന്നിട്ടുണ്ട്. കടന്നുകയറ്റങ്ങൾ, എൻക്രോച്ച്മെന്റുകളും ധാരാളം ജലാശയങ്ങളിലേക്കും മറ്റ് കായലിലേക്കും ഒക്കെയുള്ള എൻക്രോച്ച്മെന്റുകളും നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെയാണ് ധാരാളം ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞു പോയത്. അങ്ങനെ അടഞ്ഞു പോയത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ വേസ്റ്റ് മാലിന്യ നിക്ഷേപം, ധാരാളം ജനവാസം കൂടിയത് കൊണ്ടും അതുപോലെ ടൂറിസം വികസിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപവും ഈ വേമ്പനാട്ട് കായലിലെയും മറ്റ് ജലാശയങ്ങളിലെയും അടിഭാഗത്തിന്റെ ആഴം കുറയ്ക്കാനായിട്ട്, അല്ലെ കായലിന്റെ ആഴം കുറയ്ക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ധാരാളം മാലിന്യ നിക്ഷേപം നമ്മുടെ കായലിന്റെയും ജലാശയങ്ങളിലെയും അടിത്തട്ടിലുണ്ട് എന്ന് നമുക്കിന്ന് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കൂട്ടാനായിട്ട് രീതിയിൽ അത് പരിണമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ആഗോള താപനം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, അത് തീർച്ചയായിട്ടും ചില സമയത്ത് കടല വെള്ളം എടുക്കാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തിക്കാറുണ്ട്, വേലിയേറ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടനാട്ടെ വെള്ളപ്പൊക്കത്തിന്റെ ആ റീടെൻഷൻ പീരീഡ്, വെള്ളം അവിടെ കെട്ടി നിൽക്കുന്ന ആ ഒരു സമയം കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്വാഭാവികമായിട്ടുള്ള കട്ടകുത്തല്, അതുപോലെ പുരയിടം ഉയർത്തൽ, ഇതൊക്കെ നേരത്തെ ഒരു കാലത്ത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രക്രിയയാണ്. മണ്ണുവാരലിനുള്ള നിയന്ത്രണം വന്നതുകൊണ്ട് ഈ കട്ടകുത്തലിനും സ്വാഭാവികമായിട്ട് നിയന്ത്രണം വരികയുണ്ടായി. ഒരുപക്ഷെ വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കൂട്ടാൻ അതും കാരണമായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലുള്ള നിർമ്മാണ പ്രവൃത്തികളും ഇതിന് ഒരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ ചേർത്തിരിക്കുന്നത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ലേ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത്? വെള്ളപ്പൊക്കം പരിഹരിക്കുവാൻ സ്വീകരിക്കേണ്ട ക്രിയാത്മക നടപടികൾ എന്തൊക്കെയാണെന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല നമുക്ക് വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടനാട്ടിലെ കൃഷി ഇത്രയ്ക്ക് നന്നായിട്ട് നടന്നു പോകുന്നത്. മണ്ണിന്റെ ഘടന ക്രമീകരിക്കാനായിട്ട്, കൃഷിക്ക് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാനായിട്ട് ഈ വെള്ളം കയറി ഇറങ്ങുന്നത് നമുക്ക് ആവശ്യമാണ്. ഒരു പരിധിവരെ വെള്ളപ്പൊക്കം മൂലമുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം, അതേ നമുക്ക് സാധിക്കുള്ളൂ. അതില് ജലാശയങ്ങളുടെ ആഴവും പരപ്പും ജലനിർഗമനത്തിന് അനുയോജ്യമാകും വണ്ണം വർദ്ധിപ്പിക്കണം. അതാണ് വേണ്ടത്. ആഴം വെറുതെ കൂട്ടുകയും അതിൽ പിന്നെ വീതി വെറുതെ വർദ്ധിപ്പിക്കുകയല്ല. അതെങ്ങനെയാണോ അതിന് പിന്നെ ജലാശയങ്ങളുടെ പ്രൊഫൈല്, അതിന്റെ ബോട്ടം പ്രൊഫൈല് അത് പഠിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് ആഴവും പരപ്പും ജലനിർഗമനം സാധ്യമാകത്തക്ക രീതിയിൽ വർദ്ധിപ്പിക്കാം. ജലാശയങ്ങളുടെ അടിത്തട്ടുകളിലെ ഇപ്പോഴത്തെ പ്രൊഫൈൽ, ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ അടിത്തട്ട് കിടക്കുന്നത് എന്നുള്ളതിന് ശരിയായ പഠനം, അതുപോലെ ശരിയായിട്ട് എന്താണ് ഉണ്ടായിരിക്കേണ്ട പ്രൊഫൈൽ എന്നുള്ളതും ശാസ്ത്രീയമായിട്ട് നമുക്ക് നിർണ്ണയിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജലാശയങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് എങ്ങോട്ടേക്കാണ്, അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഒഴുക്ക് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പ്രൊഫൈൽ പഠനം നടത്താനും അതനുസരിച്ച് അവിടെ നിന്ന് ചെളി അതുപോലെ എക്കല് എടുത്തു മാറ്റാനും. എടുത്തു നീക്കേണ്ട എക്കലിന്റെ അല്ലെങ്കിൽ ചെളിയുടെ അളവ് കണ്ടുപിടിക്കാം നമുക്ക് തീർച്ചയായിട്ടും. അതിന് മാർഗങ്ങളുണ്ട്, എഞ്ചിനീയറിംഗിലെ മാർഗങ്ങളുണ്ട്. അത് പ്രകാരം കണ്ടുപിടിച്ച് അതിന് പ്രകാരമുള്ള ചെളി മാത്രമേ അല്ലെങ്കിൽ എക്കൽ മാത്രമേ എടുത്തു മാറ്റേണ്ടതുള്ളൂ. നീക്കം ചെയ്യുന്ന ചെളിയും എക്കലും ഉപയോഗിച്ച് പുരയിടങ്ങൾ ഉയർത്താനും പാടശേഖര ബണ്ടുകൾ ബലപ്പെടുത്താനും ഉപയോഗിക്കാവുന്നതാണ്. അതിന് കയർ ഭൂവസ്ത്രങ്ങൾ ഇഴചേർത്ത് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ചേർത്ത് പല പല ലെയേഴ്സ് ആയിട്ട് കൊടുത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇത് നെടുമുടിയിൽ ഒരു പാടശേഖരത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ദീർഘമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. അത് പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ബണ്ട് പ്രൊട്ടക്ഷനും പുതിയ ബണ്ട് കൺസ്ട്രക്ഷനും ഒക്കെയാണ് ഇവിടെ പരീക്ഷിച്ചത്. വളരെ വിജയകരമായിട്ട് അത് പൂർത്തിയാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ബാക്കിയുള്ള പാടശേഖരങ്ങളിലേക്ക് നമുക്കിത് വ്യാപിപ്പിക്കാവുന്നതാണ്. പാടശേഖരങ്ങളുടെ ബണ്ടിലേക്കും വ്യാപിപ്പിക്കാവുന്നതാണ്. മഴക്കാലത്ത് നിയന്ത്രിതമായി മാത്രമേ രണ്ടാം കൃഷി അനുവദിക്കാൻ പാടുള്ളൂ. കാർഷിക കലണ്ടർ കർശനമായിട്ട് നടപ്പിലാക്കണം. കൃഷിയിടങ്ങള് മഴവെള്ളത്തിന് അല്പകാലത്തേക്ക് കയറിക്കിടക്കാനുള്ള ഇടമായി മാറണം. പണ്ട് കാലത്ത് ഈ കായൽ മുഴുവനായിരുന്നു വെള്ളത്തെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം, ഏതാണ്ട് പകുതിയോളം ഭാഗം കൃഷിഭൂമിയായിട്ട് മാറി. അവിടെ രണ്ടാം കൃഷി നടക്കുന്ന സമയത്ത് ജലം ഒഴുകി പോകാൻ മറ്റു മാർഗങ്ങൾ തേടും. അതുകൊണ്ടാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ വെള്ളം വരുന്നത്. അപ്പോൾ മഴക്കാലത്ത് വെള്ളം വരുന്ന സമയത്ത് ഈ രണ്ടാം കൃഷി കുറെ കൃഷിയിടങ്ങളിൽ ഒഴിവാക്കിക്കൊണ്ട് അല്പകാലത്തേക്ക് വെള്ളത്തിന് കയറി കിടക്കാനുള്ള ഒരിടമായിട്ട് ആ കൃഷിഭൂമികളെ മാറ്റേണ്ടതായിട്ടുണ്ട്.
വെള്ളമൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന റോഡുകളിൽ ആവശ്യാനുസരണം കലുങ്കുകളോ അല്ലെങ്കിൽ കോസ് വേകളോ പണിത് ജലനിർഗമനം സുഗമമാക്കണം. ചില റോഡുകള് തോട് നികത്തിയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലത് തോടിന് കുറുകെ അല്ലെങ്കിൽ ജലാശയങ്ങൾക്ക് കുറുകെ മുട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പാടശേഖര ബണ്ടുകൾ പരമ്പരാഗത രീതികളും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദമായ തരത്തിൽ പുനർനിർമ്മിക്കണം. ഇത് നമുക്ക് ഒരു കേന്ദ്രീകൃത രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ടെക്നോളജിയൊക്കെ ധാരാളം പറയാൻ സാധിക്കും. അത് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല. പാടശേഖരത്തിലേക്ക് ആവശ്യമുള്ളത്ര ഗേറ്റുകൾ അല്ലെങ്കിൽ തൂമ്പുകൾ ഒക്കെ നൽകണം. വെള്ളം വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അളവിൽ വരുന്ന സമയത്ത് ഈ തൂമ്പുകൾ തുറന്നു കൊടുത്ത് അത് പാടശേഖരങ്ങൾക്കുള്ളിലേക്ക് കയറ്റുകയാണ് ബുദ്ധി. പാടശേഖരങ്ങളുടെ ബണ്ടുകൾ ഒരിക്കലും കവിഞ്ഞു കയറാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ബണ്ടുകൾക്കുള്ളിൽ കൂടെ തന്നെ കയറി കുറെ കാലം അവിടെ നിന്നിട്ട് പിന്നെ പമ്പ് ചെയ്ത് പുറത്ത് കളഞ്ഞ് അത് ക്രമേണ കടലിലേക്ക് ഒഴുക്കി വിടുകയാണ് വേണ്ടത്. ഇപ്പൊ ചെറിയ റോഡുകൾ ബണ്ടുകൾ നിർമ്മിക്കുമ്പോൾ അത് ചെറിയ റോഡുകളായിട്ട് തന്നെ ഉപയുക്തമാക്കേണ്ടതാണ്. നമുക്ക് വേണ്ടത് ജലത്തോട് അനുരമ്യമായ ജീവിത രീതിയാണ്. ജലം ഒഴിവാക്കിക്കൊണ്ട് കുട്ടനാട്ടിലെ ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ലിവിങ് വിത്ത് വാട്ടർ, വെള്ളത്തിന്റെ കൂടെ തന്നെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ശുചിത്വ ഖരമാലിന്യ സംസ്കരണ മേഖലകളിലാണ് സാങ്കേതിക വിദ്യ കൂടുതലും ഉപയുക്തമാക്കേണ്ടത്. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കുറവുള്ള ഒരു പ്രദേശമാണ് കുട്ടനാട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഈ കാര്യങ്ങളിലെല്ലാം ധാരാളം സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പോൾ കുട്ടനാട്ടിൽ ചെയ്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് അതിന്റെ പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ജലാശയങ്ങളിലേക്ക് ഈക്കോളി ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയ പടർന്ന് അത് കുടിവെള്ളത്തിന് പിന്നെ വിഘാതമായ രീതിയിൽ കുടിവെള്ളം അല്ലാതാക്കുന്ന രീതിയിൽ ജലാശയങ്ങളെ മാറ്റുകയുള്ളൂ. നമ്മൾ ധാരാളം ആൾക്കാർ ഇപ്പോഴും നേരിട്ട് ജലാശയങ്ങളിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് രോഗങ്ങൾ പകരാൻ കാരണമാക്കുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്നത് വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തില്ലേ? അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നില്ല. പരമ്പരാഗതമായി കുട്ടനാട്ടിൽ ചെയ്തു വരുന്ന കട്ടയെടുപ്പും മണൽവാരലും ജലാശയങ്ങളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തനം ഒഴിവാക്കുകയാണ്. നാലാമത് വന്നിരിക്കുന്നത് AC കനാൽ തുറക്കുന്നത് വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമോ എന്നാണ്. ഒരിക്കലും ശാശ്വതമായ പരിഹാരമാണെന്ന് പറയാൻ സാധിക്കില്ല. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. AC കനാലിലൂടെ എത്ര വെള്ളം ഏതെല്ലാം വലിയ ജലാശയങ്ങളിൽ എത്ര സമയം കൊണ്ട് എത്തിച്ചേരും, മണിമലയാറ്റിലും പമ്പയാറ്റിലും ഒക്കെ എത്ര സമയം കൊണ്ട് എത്രമാത്രം വെള്ളം എത്തിച്ചേരുമെന്ന കൃത്യമായ കണക്ക് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അത് പഠനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പഠിച്ചതിന് ശേഷം അപ്പർ കുട്ടനാട് ഭാഗത്തെയും AC റോഡിന്റെ തെക്ക് ഭാഗത്തെയും മഴവെള്ളം ഇതുവഴി പള്ളാത്തുരുത്തിയാറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കാം. ഈ റോഡ് AC കനാൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷെ അത് ശരിയായിട്ടുള്ള പഠന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ജലാശയങ്ങളുടെ അടിഭാഗത്തെ ഗ്രേഡിയന്റ്, അതാണ് നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ എന്ന് പറയുന്നത്, അത് അതിന്റെ പഠനം ഇവിടെ പ്രസക്തമാണ്. അപ്പൊ തുറക്കുന്നത് ഒരിക്കലും ശാശ്വത പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വലിയ പമ്പുകൾ ഉപയോഗിച്ച് കടലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയണം എന്നൊരു അഭിപ്രായം പൊതുസമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇത് പ്രായോഗികമായി സാധ്യമാണോ എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. കടലിലേക്ക് തോട്ടപ്പള്ളിയിലും അതുപോലെ തന്നെ തണ്ണീർമുക്കത്തും മാത്രമല്ല ഓപ്പണിങ് അല്ലെങ്കിൽ തുറക്കുന്ന പൊഴികൾ ഉള്ളത്, അല്ലെങ്കിൽ കൊച്ചിയിൽ മാത്രമല്ല പൊഴികൾ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പൊഴികൾ വേറെയും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു അഭിപ്രായം പ്രായോഗികമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുപോലെ കായലിലെ ജലനിരപ്പ് വലിയ പ്രളയ സമയത്ത് പോലും കായൽ പരന്നൊഴുകുന്നത് കൊണ്ട് തന്നെ അത് അധികം ക്രമാതീതമായിട്ട് ഉയർന്നതായിട്ട് കാണുന്നില്ല. മറിച്ച് ചെറു ജലാശയങ്ങളിലെയും ഇടത്തോടുകളിലെയും നദികളിലെയും ഒക്കെ പാടശേഖരങ്ങളിലെയും ഒക്കെ ജലനിരപ്പാണ് ഉയരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരുപക്ഷെ പാടശേഖരങ്ങൾ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം മറ്റു ജലാശയങ്ങളിലേക്ക് ഒഴുക്കി കളയേണ്ടതുണ്ട്, പമ്പ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിന് പമ്പിങ് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ വേമ്പനാട്ട് കായലിൽ നിന്ന് പമ്പ് ചെയ്ത് അത് വെള്ളം കടലിലേക്ക് കളയാമെന്നുള്ളത് അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായ ഒഴുക്കുകൊണ്ട് തന്നെയാണ് അത് കടലിലേക്ക് ഇറങ്ങി പോകേണ്ടത്. അതല്ലെങ്കിൽ തിരിച്ച് വരാനുള്ള സാധ്യത കൂടെ കണക്കിലെടുക്കണം. വെള്ളം തിരിച്ചു കയറാനുള്ള സാധ്യത കൂടെ കണക്കിലെടുക്കണം. നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടുന്ന എക്കൽ നിമിത്തം നദികളിൽ നിന്ന് കായലിലേക്ക് ജലമൊഴുക്ക് കുറയാം. ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നദീമുഖങ്ങളിൽ ധാരാളം നദി കായലുമായിട്ട് ചേരുന്ന ഭാഗത്ത്
ആ നദീമുഖത്ത് ധാരാളമായിട്ട് എക്കൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുള്ളത് പഠനങ്ങൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഫോസിന്റെ പഠനത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കായലിലേക്കുള്ള ജലമൊഴുക്ക്, നീരൊഴുക്ക് കുറച്ചുകൂടെ വേഗത്തിലാക്കാമെന്നാണ് ഒരു നിഗമനം. പാടശേഖരങ്ങളിലെ ജലം പ്രധാന ജലാശയങ്ങളിൽ എത്തിക്കുവാൻ മാത്രമേ പമ്പിങ് സഹായിക്കൂ. അതിനാണ് പമ്പിങ് ആവശ്യം. പാടശേഖരങ്ങളിൽ പമ്പിങ് ജോലികൾ അതിൽ അല്ലെങ്കിൽ പമ്പിങ് ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കേണ്ടതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പ്രതിപാദിക്കുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, കൃഷിയിലൂടെയുള്ള ഉൽപാദന വർധനവിനായാണ് തണ്ണീർമുക്കത്ത് ഉപ്പുവെള്ളത്തിന്റെ കടന്നുകയറ്റം തടയുന്ന ബണ്ട് നിർമ്മിച്ചത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. മത്സ്യസമ്പത്തിനെ അത് കുറയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നദികൾ വഴി ഒഴുകിയെത്തുന്ന മഴവെള്ളം കുട്ടനാട്ടിൽ എത്തും മുമ്പേ കടലിൽ എത്തിക്കുന്നതിനായിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വിഭാവനം ചെയ്തത്. പക്ഷെ അത് ഉദ്ദേശിച്ച എഫിഷ്യൻസിയിലേക്ക് എത്തിയിട്ടില്ല. 20% ഒരുപക്ഷെ അതിൽ താഴെയോ മാത്രമാണ് അതിന്റെ ഇപ്പോഴത്തെ എഫിഷ്യൻസി കാണുന്നത്. എങ്കിലും അത് ഒരു പരിധിവരെ കുട്ടനാട്ടിലേക്ക് വെള്ളം കടക്കുന്നത് തടയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാഴ്ചപ്പാട്. അടുത്ത ചോദ്യങ്ങളിൽ എന്തായാലും ഞാൻ അത് എൻ്റെ ആ ഒരു അറിവിന്റെ പരിധി വരാത്തത് കൊണ്ട് അത് ഒഴിവാക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് രൂക്ഷത അനുഭവിക്കുന്ന ഈ സമയത്ത് കുട്ടനാട്ടിലെ കർഷകർ കൃഷി രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ, അതുപോലെ ജൈവവൈവിധ്യ ശോഷണം പോലെയുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കർഷകർ അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ പരമ്പരാഗത മത്സ്യ തൊഴിലാളികൾക്ക്, കക്കവാരൽ തൊഴിലാളികൾക്ക് എന്നിവർക്ക് സഹായകരമാകുന്ന എന്തെല്ലാം നടപടികളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഈ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയട്ടെ. അടുത്തത്, കുട്ടനാടിന്റെ തനത് സ്വഭാവം പരിഗണിക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ പരിപാലനത്തിനും സുസ്ഥിതിക്കും പ്രത്യേക അധികാരമുള്ള ഭരണക്രമം അനിവാര്യമല്ലേ എന്നുള്ളതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത, അവരുടെ ഭരണ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാൽ മാത്രം മതിയാകും അക്കാര്യത്തിന്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഗവേഷണത്തിനും പദ്ധതി രൂപകൽപ്പനയ്ക്കുമായിട്ട് നമുക്ക് കാർഷിക മേഖലയിലും മറ്റു മേഖലയിലും ഒക്കെ സെന്റേഴ്സ് ഉണ്ട് കുട്ടനാട്ടില്. അതുപോലെ തനത് പരമ്പരാഗത രീതികളെ നൂതന സാങ്കേതിക വിദ്യകളുമായിട്ട് സംയോജിപ്പിക്കാൻ കഴിവുള്ള രീതിയിലുള്ള ഒരു നാഷണൽ സെന്റർ ഫോർ ടെക്നോളജി അഡാപ്റ്റേഷൻ ഇൻ ലോ ലേയിങ് റീജിയൻസ് എന്നതുപോലെയുള്ള ഒരു സെന്റർ കുട്ടനാട്ടിൽ സ്ഥാപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ സിവിൽ കൺസ്ട്രക്ഷൻസ്, മറ്റുള്ള എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻസിന് ഒരു കൺട്രോൾ, ഒരു നിയന്ത്രണം കൊണ്ടുവരാനും ആവശ്യമായ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് ജനങ്ങളെയും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളെയും ബോധ്യപ്പെടുത്തി ചെയ്യുവാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കാവുന്നതാണ്. എപ്പോഴും നമുക്കൊരു പഠനം ആവശ്യമായി വരുമ്പോൾ നമ്മൾ സമീപിക്കുന്നത് IIT പോലെയുള്ള വലിയ സ്ഥാപനങ്ങളെയാണ്, പുറത്തു നിന്നുള്ള ആൾക്കാരെയാണ്. പക്ഷേ കുട്ടനാട്ടിലുള്ള എഞ്ചിനീയേഴ്സിനെ തന്നെ, ധാരാളം എഞ്ചിനീയേഴ്സും അതുപോലെ വിദഗ്ധരും കുട്ടനാട്ടിലുണ്ട്, മറ്റു മേഖലകളിൽ വിദഗ്ധരുമുണ്ട്. അവരെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവരിൽ കുറെ പേരെ, എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഇതുപോലെ ഒരു സെന്റർ തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത് ഭാവിയിൽ അവിടെയുള്ള വരാവുന്ന കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്കൊക്കെയുള്ള അതുപോലെ തന്നെ പഠനങ്ങൾ, പിന്നെ സർവേകൾ, ഇതിനൊക്കെയുള്ള ഒരു മാർഗമായിട്ട് അല്ലെങ്കിൽ ഒരു മെത്തഡോളജി ആയിട്ട് നമുക്ക് ഈ സെന്ററിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ള ചോദ്യം, കുട്ടനാടിന് അനുയോജ്യമായ സുസ്ഥിര ബണ്ട് നിർമ്മാണം പരിസ്ഥിതിക്ക് അനുയോജ്യമായി നമുക്ക് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ്. നേരത്തെ ഈ കാര്യം പറഞ്ഞത് കൊണ്ട് അതിന് വീണ്ടും ഇവിടെ ആവർത്തനം ഒഴിവാക്കുകയാണ് അക്കാര്യത്തിൽ. പക്ഷേ പറയാനുള്ള 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. സ്വയം പര്യാപ്ത കുടിവെള്ളം, കുട്ടനാട്ടില് കുടിവെള്ളം വലിയ പ്രശ്നമാണ്. നമുക്ക് വലിയ ടാങ്കുകളും അതുപോലെ പൈപ്പുകളും വലിച്ച് കുടിവെള്ളം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും സർക്കാരിന്റെ പദ്ധതിയിലുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ ഇവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പ്രായോഗികമായിട്ടുള്ള പരിമിതികൾ കണക്കിലെടുക്കുമ്പോൾ കുട്ടനാട്ടിൽ തന്നെയുള്ള ജലാശയങ്ങളിലെ വെള്ളം നമുക്ക് ഉപയുക്തമാക്കേണ്ടത്, ആലോചിക്കേണ്ടതാണ്. പാടശേഖരങ്ങളിലെയോ അല്ലെങ്കിൽ വലിയ ജലാശയങ്ങളിലെ വെള്ളത്തിനെ പറ്റി അല്ല പറയുന്നത്. നമുക്ക് ചെറിയ ചെറിയ കുളങ്ങൾ പണ്ടുണ്ടായിരുന്നു. ആ കുളങ്ങളെല്ലാം നമ്മളിപ്പോൾ നികത്തി കഴിഞ്ഞു. നമുക്ക് സംരക്ഷിക്കാവുന്ന കുളങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഫിൽട്ടർ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിച്ച് അത് കുടിവെള്ളത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കീടനാശിനികളിലൊക്കെ ആ ഒരു ആക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു വെല്ലുവിളിയിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കുളങ്ങളുള്ളത്. കുളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം, പുളിങ്കുന്നിൽ ഇപ്പോൾ അത് സാധ്യമായി വരുന്നുണ്ട്. അതിന്റെ ഒരു വിജയം അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാവുന്നതാണ്. അതുപോലെ നിർമ്മാണം, നമ്മുടെ കുട്ടനാട്ടിലുണ്ടാവുന്ന നിർമ്മാണ മെത്തഡോളജി എല്ലാം, രീതികളെല്ലാം പരിസ്ഥിതി സൗഹാർദ്ദ രീതിയിലാവേണ്ടതാണ്. ധാരാളം
ഇൻഡിജിനസ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ധാരാളം നിർമ്മാണ രീതികൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു സെന്ററിന്റെ കീഴിൽ കൊണ്ടുവന്ന് പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണവും ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. നന്ദി. നമസ്കാരം. നമ്മുടെ കുട്ടനാട്ടിൽ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. നമ്മൾ ഈ 2018 തൊട്ട് ആണ് ഈ വെള്ളപ്പൊക്കം കൂടി വരുന്നത്. 2018, 19, 20 കാലഘട്ടങ്ങളിൽ നല്ല വെള്ളപ്പൊക്കം വന്നു. മണ്ണുകളെല്ലാം അടിഞ്ഞ് തോടും കനാലെല്ലാം നികന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ തോടും കനാലെല്ലാം ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കണം എന്ന് പറയുമ്പം ശരിക്കും അത് മണ്ണെല്ലാം മാറി മണ്ണുകളെല്ലാം മാറി കളയുകയും ചെയ്യണം. ആ കളയുന്നതെന്ന് വെച്ചാൽ സൈഡിൽ തന്നെ ബലപ്പെടുത്തുക. ആരിനെയും പാടശേഖരത്തിൻ്റെ ബണ്ടുകളും ബലപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആഴം കൂട്ടാനും സാധിക്കും. അതേസമയത്ത് ഓവർഫ്ലോ ആകാതെ വെള്ളം വരുന്ന സമയത്ത് ഓവർഫ്ലോ ആയി പാടശേഖരങ്ങളൊക്കെ കവിഞ്ഞ് കയറാതും നമുക്ക് തടയാൻ സാധിക്കും. അതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ മാറ്റിയില്ലെങ്കിൽ വെള്ളം കയറും, നമുക്ക് കൃഷി നശിക്കും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള വെള്ളപ്പൊക്കം തടയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ബണ്ട് തുറക്കേണ്ട സമയത്ത് തുറക്കണം, അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കണം, തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു കൊടുക്കണം. ഇതെല്ലാം ചെയ്താലേ നമുക്ക് കൃഷിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം ഇത്തരം കാലാവസ്ഥ വിജ്ഞാനത്തിൻ്റെ രൂക്ഷത അനുഭവപ്പെടുന്ന ഈ സമയത്ത് കർഷകർ കൃഷി രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്? അതിനെ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ കാർഷിക കലണ്ടറാണ്. ഈ കാർഷിക കലണ്ടർ നിർബന്ധമാക്കണം. ഈ കലണ്ടർ എല്ലാം ഇപ്പോൾ നമുക്ക് തെറ്റിയിരിക്കുകയാണ്. കൃഷി ചെയ്യുന്ന രീതിൻ്റെ സമയം എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിന് കൃഷി ഇറക്കണമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ കൃഷിയുള്ളവർക്ക്, അതായത് കായൽ പ്രദേശം പോലെ ഏരിയയ്ക്ക് നമുക്ക് നേരത്തെ തന്നെ കൃഷി ഇറക്കാവുന്നതാണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബറിൽ തന്നെ കൃഷി തുടങ്ങണം. ജനുവരി, ഫെബ്രുവരി ആദ്യം തന്നെ കൊയ്തു മാറണം. അങ്ങനെ മാറുകയാണെങ്കിൽ നമുക്ക് പുളിയുടെ ശല്യമോ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ സാധിക്കും. ഈ കരിനെല്ല് പ്രദേശത്തും അതുപോലെ തന്നെയാണ്. ഉപ്പും പുളിയാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെ തന്നെ കൃഷി തുടങ്ങണം. 2 കൃഷിയുള്ളവർക്ക് കുഴപ്പമില്ല. അവർ ബണ്ട് ബലമാണെന്ന് ഉറപ്പാണെങ്കിൽ അവിടെ 2 കൃഷി ചെയ്യാം. പക്ഷെ അതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ 2 കൃഷി ചെയ്യുമ്പോൾ ഒരേ വെറൈറ്റി തന്നെ തന്നെ ചെയ്യരുത്. ഒരു മധ്യകാല ഇനം ചെയ്യുക, ഒരു കുറുകിയകാല ഇനം വേണം നമുക്ക് ചെയ്യാൻ. 100 ദിവസം മുമ്പുള്ള ഒരു വെറൈറ്റി കൂടെ ചെയ്താലേ നമുക്ക് നമ്മുടെ ഈ വേഗം കൊയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പം നമുക്ക് മിനിമം 120 ദിവസം 130 ദിവസം പിടിക്കും. ഈ പുഞ്ചകൃഷിക്ക് അത് ചെയ്യുമ്പോൾ ഉമയുടെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ ചൂട് കൂടുതലാണല്ലോ. പുഞ്ചയ്ക്ക് നമുക്ക് മഴ കുറവാണ്, ചൂട് കൂടുതലാണ്. ചൂട് തന്നെ പിടിച്ച് നിൽക്കാനുള്ള കഴിവ് ഉമയ്ക്ക് കുറവാണ്. അതായത് കതിര് വരുന്ന സമയത്ത് ചൂട് കൂടുതലാണെങ്കിൽ അതിൻ്റെ മണികളുടെ തൂക്കം, അതായത് പതിരാകാൻ സാധ്യതയുണ്ട്. ഒരു 20% വരെ പതിരായി പോകും. അപ്പോൾ വേഗം മൂക്കുകയും ചെയ്യും, അതിൻ്റെ വിളവ് കുറയുകയും ചെയ്യും. അപ്പോൾ പുഞ്ചകൃഷിക്ക് നമുക്കൊരു മാറ്റം വരുത്തണം. അങ്ങനെ ഉള്ളപ്പം നമ്മുടെ മങ്കമ്മ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഇറക്കിയതാണ്. പുതിയ നെല്ലിനമാണ് പൗർണമി എന്ന് പറയുന്നത്. മങ്കമ്മിൻ്റെ 23ാമത്തെ വെറൈറ്റി 2015 നമ്മളിത് ഇറക്കിയത്. അത് ഉമയേക്കാളും നല്ല ഒപ്പം തന്നെ വിളവുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും കൂടിയാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉമയേക്കാളും നല്ല ടേസ്റ്റാണ്. ചൂടിന് താങ്ങി വളരാനുള്ള കഴിവുള്ളതാണ്. അതിൻ്റെ മണിത്തൂക്കം കൂടുതലാണ്. ഇപ്പോൾ ഉമയുടെ ഒരു ചാക്കെടുത്ത് നോക്കുവാണെങ്കിൽ 50 കിലോ ആണെങ്കിൽ പൗർണമിക്ക് 55 കിലോ വരെ ഉണ്ട്. അപ്പോൾ മണിത്തൂക്കം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയും നല്ലതായിരിക്കും. പുഞ്ചകൃഷിക്ക് നമുക്ക് ഉമയുടെ ഒഴിവാക്കാൻ സാധിക്കും, പൗർണമി കൃഷി ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ 2 കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരെണ്ണം പറഞ്ഞ പോലെ പൗർണമിയോ അല്ലെങ്കിൽ ഉമയോ ചെയ്യുവാണെങ്കിൽ മറ്റൊരെണ്ണം പുതിയതായിട്ട് മണ്ണുത്തി ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയതാണ് മനുരത്ന. ഈ മനുരത്ന എന്ന് പറയുന്നത് 100 ദിവസം 90-95 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും.
അതേപോലെ തന്നെ മങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയ വെറൈറ്റിയാണ് 21ാമത്തെ വെറൈറ്റിയാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. അത് ഇതുപോലെ തന്നെയാണ് 100 ദിവസം മൂപ്പുള്ള വെറൈറ്റിയാണ്. അതൊരു കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയത്തിന് കൃഷി ചെയ്ത് മാറ്റാൻ സാധിക്കും. സമയത്തിന് മാറ്റുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിൻ്റെ നമുക്ക് പേടിക്കേണ്ട, പുളിരസത്തിന് പേടിക്കേണ്ട. പിന്നെ ഈ കൃഷി രീതിയിൽ കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ചെയ്ത ഇതിലെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ വിതയ്ക്കുന്നത് തൊട്ട് ആദ്യം നിലമൊരുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 2 ജാതി എന്തായാലും നമ്മൾ ചെയ്യണം. ഇപ്പം പല കർഷകരും ഉഴുതുന്നേ ഇല്ല. അടുത്ത കൃഷിക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിൽ നേരിട്ട് അങ്ങോട്ട് വിതയ്ക്കുകയാണ്. അത് പാടില്ല. നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ പുളിരസമുള്ള മണ്ണാണ്. അപ്പോൾ ഉഴുത് തന്നെ 2 ചാല് ഉഴണം. അതിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തെ ചാലിൽ നമ്മൾ കക്ക ഇടണം. അത് നിർബന്ധമാണ്. കക്കയോ അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇട്ടു പുളി കളയണം. ശരിക്കും ഉഴുതിട്ട് വെള്ളം കയറ്റി ഇറക്കിയിട്ട് വേണം വിതയ്ക്കാൻ. ആ വിതയ്ക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ അളവ്. അതൊരു പ്രധാനമാണ്. നമ്മൾ വിത്ത് അളവ് കൂടുതലാണ് കർഷകർ വിതയ്ക്കുന്നത്. 50 കിലോ കൂടുതൽ പാടില്ല. 40 നമ്മുടെ ശുപാർശ. 40 തൊട്ട് 50. കുട്ടനാട് ആയതുകൊണ്ട് ചിലപ്പം നമ്മൾ വിതയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷികൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ചീഞ്ഞു പോകാം. അതുകൊണ്ട് 50 കിലോ വരെ വിതയ്ക്കാം. 50 കിലോക്ക് കൂടുതൽ ഒരിക്കലും വിതയ്ക്കരുത്. കൂടുതൽ വിതയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. കാര്യം വെച്ചാൽ ഇത് ആദ്യം നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. കുറച്ചും കൂടെ ആകുമ്പോൾ വളർന്നു വരുമ്പോൾ ചിനപ്പ് പൊട്ടി വരുന്ന സമയത്തായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഒരുപാട് കീടങ്ങളുണ്ടാകും. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കും. കാര്യം വെച്ചാൽ ചില സമയത്ത് നമുക്ക് നല്ല നെല്ലാണെങ്കിൽ വിളഞ്ഞു വരുമ്പം വീഴാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വേര് താഴെ ഇറങ്ങാൻ സ്ഥലമില്ല. നമ്മൾ കൂടുതൽ തിക്കമായിട്ടാണ് വിതച്ചിരിക്കുന്നത്. വേരിൻ്റെ വളർച്ച കുറവായിരിക്കും. ഒരു ചെടിയുടെ വേര് മറ്റു വേരുമായിട്ട് കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിതയ്ക്കുന്ന വിത്തിൻ്റെ അളവ് കുറയ്ക്കണം. 50 കിലോ കൂടുതൽ പാടില്ല. പിന്നെ കളനാശിനി പ്രയോജനം പറ്റി നമുക്ക് പറയേ വേണ്ട. കളനാശിനി നമ്മൾ പണ്ട് ഒരു 240 അടിക്കുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് എല്ലാ കളയിലും നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഓരോരു കളയ്ക്കും വേണ്ടി ഓരോരു കളനാശിനി അടിച്ചുകൊണ്ട് 3-4 കളനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പരിസ്ഥിതിയെല്ലാം നമ്മൾ നശിപ്പിക്കുകയാണ്. കുട്ടനാടിൻ്റെ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ടത്തിൽ ഏത് കളയാണോ ഉള്ളത് അതനുസരിച്ചുള്ള കളനാശിനി ചെയ്താൽ മതി. നമുക്കറിയാമല്ലോ, വളർന്നു വരുമ്പോൾ 2 കൊല്ല പരുവത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ടപ്പൊക്കെ കണ്ടമാണ്, താഴ്ചക്കണ്ടമാണെന്ന് നമുക്കറിയാം. ആ കണ്ടത്തിൻ്റെ അനുസരിച്ച് ഉള്ള ഒറ്റ കളനാശിനി അടിക്കാനുള്ളതേ ഉള്ളൂ. കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം വെള്ളം കയറ്റണം. അതായത് ഒരു 36 മണിക്കൂർ കഴിയുമ്പോൾ 2 ദിവസം, 1.5 ദിവസം, 2 ദിവസം കഴിയുമ്പോൾ വെള്ളം കയറ്റി നിർത്തണം. കണ്ടത്തിൽ വെള്ളം കയറ്റി നിർത്തിയാലേ 3-4 ദിവസം വെള്ളം കയറ്റി നിർത്തിയാലേ അടിച്ച് നമ്മൾ വിഷം അടിച്ചതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ആ കളകളെല്ലാം നശിച്ച് ചീഞ്ഞ് പോകത്തുള്ളൂ. പിന്നെ വേണം വെള്ളം ഇറക്കി വിട്ട് ആദ്യത്തെ വളം കൊടുക്കാം. അത് നമ്മൾ ശരിക്കും ചെയ്യുന്നില്ല. പലരും 2-3 കളനാശിനി അടിക്കുന്നു, എണ്ണം കൂട്ടി അടിക്കുന്നുണ്ട്, ഡോസ് കൂട്ടി അടിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളനാശിനി പ്രയോഗം കുറയ്ക്കണം. വരിനെല്ല് നിയന്ത്രിക്കണമെങ്കിൽ നല്ലവണ്ണം ചാലും നമ്മൾ പറഞ്ഞ പോലെ ഉഴുത് ഇട്ടാൽ ആദ്യം നിലം ഒന്ന് ലെവൽ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. വരിനെല്ലൊക്കെ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. വരിനെല്ല് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് പറിച്ച് മാറ്റണം. കുറച്ച് വരിനെല്ല് നമുക്ക് പറ്റുന്ന രീതിയിൽ പറിച്ച് മാറ്റിയില്ലെങ്കിൽ അടുത്ത സീസണിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ വിത്ത് താഴെ വീഴുവാണ്. നേരത്തെ തന്നെ അത് മൂക്കും. നമുക്കറിയാം, വരിനെല്ലൊക്കെ നേരത്തെ മൂക്കും. നെല്ലിനെക്കാളും നേരത്തെ പൂക്കുകയും ചെയ്യും, മൂത്ത് താഴെ കൊഴിഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പോൾ അടുത്തടുത്ത കൃഷിക്ക് ഇത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് വരികളിൽ നിയന്ത്രണം ഒരു പ്രധാനപ്പെട്ടതാണ്. കച്ചാലും വാച്ചാലും പണ്ടൊക്കെ എല്ലാ കർഷകരും ചെയ്യുന്നതാണ്. കച്ചാലും വാച്ചാലും എടുക്കണം, ആദ്യം തന്നെ എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ കച്ചാലും വാച്ചാലും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേരിൽ അകത്തിരിക്കുന്ന ആ പുളികളൊക്കെ ഇളകിപ്പോകാണ്. പുളി ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുത്താലേ ചെടി ആരോഗ്യമായിട്ട് വളർത്തൂ. ചെടി ആരോഗ്യമായിട്ട് വന്നാലേ നല്ല വിളവ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് കൃഷിയിൽ ഈ പുളി കൂടുതൽ വരുമ്പം കതിർ പുറത്തോട്ട് ചാടുമ്പോൾ നമുക്കറിയാം കതിർക്കേടായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പുളിയുടെ പ്രശ്നം കൊണ്ടാണ്. പുളി നമ്മൾ പരിഹരിക്കാത്തത് കൊണ്ടാണ്. രണ്ടാമത് പരിച്ചു നട്ടുന്ന സമയത്ത് ഒരു കക്ക പ്രയോഗവും ഒന്ന് ചെയ്തിരിക്കണം. ഏക്കറിന് ഒരു 100 കിലോ എങ്കിലും കക്ക ഇട്ടിരിക്കണം. ആ സമയത്ത് പെണ്ണുങ്ങളെ ഇറക്കി ഒന്ന് ഇടപൊക്കി ആ പുളി കളയണം. വെള്ളം കയറ്റി ഇറക്കിയിട്ട് വേണം രണ്ടാമത്തെ വളം കൊടുക്കാൻ.
പലരും ഈ കക്ക പ്രയോഗം ഉപയോഗിക്കുന്നില്ല, വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാതെ തന്നെ വെച്ചേക്കുകയാണ്. അതേപോലെ ഡോളമൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കക്കയേക്കാളും കുറച്ച് കൂടുതൽ ഗുണമുണ്ട്. അതിന് മഗ്നീഷ്യത്തിൻ്റെ അംശമുണ്ട്. നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം കുറവായതുകൊണ്ട് മഗ്നീഷ്യത്തിൻ്റെ വളം കൂടുതൽ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പുളി കളയുകയും ചെയ്യാം, മഗ്നീഷ്യം വളം കിട്ടുകയും ചെയ്യും, നല്ല വളർച്ച കിട്ടും, നല്ല വിളവും കിട്ടാൻ സാധ്യത. പിന്നെ നമുക്ക് ഈ കതിർക്കേട് കരവലൊക്കെ വരുന്നത് ഒരു വിഷയമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുട്ടനാടിൻ്റെ മണ്ണിൽ ബോറാൻ്റെ അളവും കുറവാണ്. ഈ ബോറാൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വളക്കടകളിൽ ബോറാക്സ് എന്ന് പറഞ്ഞ് കിട്ടും. 2-3 കിലോ നമുക്ക് ബോറാക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ബോറാക്സിൻ്റെ അഭാവമുള്ള ഇത് കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് തൂക്കം കൂടുതൽ കിട്ടും, വിളവ് കൂടുതൽ കിട്ടും, കറവൽ കുറഞ്ഞ് കിട്ടും. അതും ഒരു പ്രധാനപ്പെട്ടതാണ്. കർഷകർ ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൃഷി രീതിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യുകയും ചെയ്യാം. സമയത്തിന് ചെയ്തിട്ട് ഉപ്പുവെള്ളം വരുന്ന മുമ്പും പുളിരസം അനുഭവപ്പെടുന്ന മുമ്പ് തന്നെ കൊയ്ത് മാറുകയും ചെയ്യാം. നമുക്ക് വെള്ളപ്പൊക്കത്തിന് ഒന്ന് തടയുകയും ചെയ്യാം. തടയെന്ന് വെച്ചാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനൊക്കത്തില്ല. വെള്ളപ്പൊക്കം വരുന്ന അനുസരിച്ച് കണക്കാക്കിയിട്ട് അതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യത്തെ ചോദ്യം, കുട്ടനാട്ടിൽ മാത്രം എന്തുകൊണ്ട് സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് ഇത് കൂടി വരുന്നത്? കുട്ടനാട്ടിൽ മാത്രം എന്തുകൊണ്ട് സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടനാട് ഒരു ഡെൽറ്റ പ്രദേശമാണ്. നമ്മുടെ ഡൗൺ സ്ട്രീമിൽ ഉള്ള ഡെൽറ്റായിക് പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകണം. പക്ഷേ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വെള്ളം പൊങ്ങി നിൽക്കുന്നതാണ് പ്രശ്നം. നിന്നതിന് ശേഷം സാധാരണ കുട്ടനാട്ടിൽ 2-3 ദിവസം ഇത് നിന്ന് ഇറങ്ങി പോവുകയാണ്, കടലിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും അത് അതിൻ്റെ ഹൈഡ്രോളജി എന്ന് പറയും, നീരൊഴുക്ക് കറക്റ്റ് ആണെങ്കിൽ, നീരൊഴുകാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇത് പൊയ്ക്കോളും. അപ്പോൾ ഇത് കൂടി വരുന്നു. എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ കൂടി വരാനുള്ള കാരണം അതിൽ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മഴയിലുണ്ടായൊരു മാറ്റമുണ്ട്. ശക്തമായ മഴ നമുക്ക് ലഭിക്കുന്നു. അത് വൃഷ്ടിപ്രദേശത്തുള്ള മഴ, ഇവിടെ ഉള്ളതല്ല. 4 നദികൾ, 4-5 നദികൾ കുട്ടനാടിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലുള്ള മഴ, കനത്ത മഴ വരുമ്പോൾ ആ മഴയിലൂടെ വരുന്ന വെള്ളം, അപ്പോൾ അതുകൂടാതെ നമ്മളിതിൻ്റെ പരിസ്ഥിതിയിൽ വരുത്തിയ മാറ്റങ്ങൾ, അതായത് ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട്, അതുപോലെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളെ മാറ്റിയത് കൊണ്ട് വന്ന, അതായത് വെള്ളത്തിന് കയറി കിടക്കാനുള്ള സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്കിപ്പോഴില്ല. അതുപോലെ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള നെറ്റ്വർക്ക്ഡായിട്ടുള്ള കനാൽ സിസ്റ്റം നമ്മൾ ഇല്ലാതാക്കി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വെള്ളപ്പൊക്കം കൂടി വരാനുള്ളൊരു കാരണം. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, ഈ വെള്ളപ്പൊക്കം പരിഹരിക്കുവാൻ കഴിയുന്നതല്ലേ? എന്താണ് പ്രധാന തടസ്സം? ക്രിയാത്മകമായ നടപടികൾ എന്തൊക്കെ? നമ്മുടെ മുന്നിൽ ഒരുപാട് മോഡലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുമുണ്ട്. നെതർലൻഡ്സ് എന്ന് പറയുന്ന രാജ്യം, അവരാണ് ഈ വെള്ളപ്പൊക്ക ഭീഷണി ഏറ്റവും കൂടുതലുള്ളൊരു രാജ്യമാണ്. കടലിൽ നിന്നാണ് അവർ കര ഉണ്ടാക്കിയെടുത്തത്, മനസ്സിലായില്ല. ഈവൻ നമ്മുടെ ലണ്ടൻ നഗരം, തേംസ് നദി പൊങ്ങാം, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ലണ്ടൻ തന്നെ ഫുള്ളായിട്ട് മുങ്ങിപ്പോകും. അപ്പോൾ അവരതിനൊക്കെയുള്ള പ്രതിവിധി മാർഗങ്ങൾ കണ്ടുവരുന്നുണ്ട്, അതിനുള്ള എൻജിനീയറിങ് വരുന്നുണ്ട്, മനസ്സിലായോ. അപ്പോൾ അവിടെ വേണ്ടത് ശരിക്കുമുള്ള ഈ ഹൈഡ്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വാട്ടർ എൻജിനീയറിങ്, ഇത് നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പം പാരമ്പര്യമായിട്ടുള്ള അവിടുത്തെ വാട്ടർ എൻജിനീയറിങ് ഇതായിരുന്നു. അതായത് ബണ്ട് നമ്മൾ കെട്ടുന്നു, കനാലുകൾ, ഇപ്പോൾ AC കനാലിൻ്റെ കാര്യം നമുക്കറിയാം. പ്രധാനമായിട്ടുള്ള കനാലുകളുണ്ട്, ചെറു കനാലുകളുണ്ട്. നമ്മുടെ വലിയ വേമ്പനാട് ലേക്ക് സിസ്റ്റം തന്നെ കയ്യേറാതെ വളരെ വിസ്തൃതിയുള്ള നല്ല കനാൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ ഈ ഒരു വാട്ടർ വേസിൻ്റെ എൻജിനീയറിങ് കറക്റ്റാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളപ്പൊക്കത്തെ തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ക്രിയാത്മകമായ നടപടി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും
ഇതിൻ്റെ വിശേഷിച്ച് നമ്മളിപ്പോൾ ഈ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇന്നത്തെ ദിവസം ലോക പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ആക്ഷൻ അടുത്ത 10 വർഷത്തേക്കുള്ളത് നമ്മുടെ ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനമാണ്, പുനരുജ്ജീവനം. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടനാടിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ എവിടെയാണ് നമ്മുടെ ഈ കുട്ടനാടിൻ്റെ പരിസ്ഥിതിക്ക് കോട്ടം പറ്റിയത്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ അവിടുത്തെ ജലാശയത്തെയും അവിടുത്തെ കരയെയും നമ്മൾ നോക്കിക്കണ്ട് പഴയ അതിനെ റീസ്റ്റോർ ചെയ്യാൻ കഴിയണം, പഴയ രീതിയിലുള്ള സ്ട്രക്ചറിനെ റീസ്റ്റോർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ബണ്ടിൻ്റെ കാര്യമൊക്കെ വരുന്നത്, അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ റീസ്റ്റോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ക്രിയാത്മകമായ ഒരു നടപടിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഈ അഡാപ്റ്റേഷൻ പ്ലാനിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ പ്ലാനിങ് അവിടുത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യാൻ കഴിയണം. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത് നമ്മുടെ പ്ലാനിങ്ങിൽ ഒരു കൂട്ടം എക്സ്പെർട്സ് മാത്രം, ഒരു കൂട്ടം അക്കാഡമിക് എക്സ്പെർട്സ് മാത്രം ഇരുന്നായിരിക്കും പലപ്പോഴും സംസാരിക്കുന്നത്. അതുപോരാ, നമ്മുടെ അവിടുത്തെ പാരമ്പര്യ തൊഴിലാളികൾക്ക്, പാരമ്പര്യ കർഷകർ, അവിടുത്തെ നിവാസികൾ, പ്രാദേശിക നിവാസികൾ, ഇവരുമായിട്ട് ചേർന്നിരുന്നിട്ട് എന്താണ് ഇതിൻ്റെ വെള്ളപ്പൊക്കത്തെ നമുക്ക് നിയന്ത്രിക്കുവാനും അതിനെ തടഞ്ഞു നിർത്തുവാനുള്ള മാർഗങ്ങൾ എന്നുള്ളത് ചർച്ച ചെയ്ത് അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയോടുകൂടി ജോയിൻ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയണം. മൂന്നാമതുള്ള ചോദ്യം ഇതാണ്: ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്നത് വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തില്ലേ? കട്ടയെടുപ്പും മണൽവാരലും സംഭരണശേഷി വർദ്ധിപ്പിക്കില്ലേ? ജലാശയങ്ങളുടെ ആഴം നമ്മളിപ്പോൾ ആഴം കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴത്തെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒറിജിനൽ വേമ്പനാട് ലേക്കിൻ്റെ ആഴം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആഴം നമുക്കില്ല. ആഴം മാത്രമല്ല, അതിൻ്റെ എൻ്റയർ വിസ്തൃതി പോലും, വെള്ളം ഒഴുകി പോകാനുള്ള വിസ്തൃതി പോലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിസ്തൃതി കുറഞ്ഞു, അതുപോലെ അതിൻ്റെ ആഴവും കുറയുന്നു. അപ്പോൾ ആഴം കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെൻറ്റേഷൻ സംഭവിക്കുന്നുണ്ട്. പണ്ട് ബണ്ടില്ലാതിരുന്നതുകൊണ്ട്, തണ്ണീർമുക്കം ബണ്ടെന്ന് പറഞ്ഞൊരു ബാരേജ് അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഇത് ഒഴുകി കടലിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ അതില്ല, അത് അവിടെ കെട്ടി കിടക്കാനുള്ള അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴം കൂട്ടൽ അതും ശാസ്ത്രീയമായിട്ട് വേണം ചെയ്യാൻ. കാരണം എത്രമാത്രം നമുക്കിതിനെ ആഴം കൂട്ടാൻ പറ്റും, എവിടെ ആഴം കൂട്ടാൻ പറ്റും, മൊത്തമായിട്ട് കായലിൻ്റെ ആഴം കൂട്ടുകയല്ല, എവിടെയാണിത് സെഡിമെൻറ്റേഷൻ കൂടുതൽ വന്നിരിക്കുന്നത്, എവിടെ ഒഴുക്ക് കുറവുണ്ട്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം. അപ്പോൾ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ റെക്കമെൻഡേഷനിൽ നമ്മളിത് റെക്കമെൻഡ് ചെയ്തിരുന്നു, ഇതിന് ഉള്ള ഒരു ശാസ്ത്രീയ പഠനം. അപ്പോൾ അത് ചെയ്യാൻ കഴിയണം. പിന്നെ പാരമ്പര്യമായിട്ടുള്ള മണൽവാരലും കട്ടകുത്തലും ഇതും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ട്രഡീഷണൽ ഇക്കോളജിക്കൽ നോളജ് എന്നാണ് പറയുക, പരിസ്ഥിതി പാരമ്പര്യമായിട്ടുള്ള പരിസ്ഥിതി ബോധം, ആ ഒരു പാരമ്പര്യ പരിസ്ഥിതി അറിവ്, ഈ അറിവ് നമുക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ അറിവും പ്രവർത്തനവും, പക്ഷേ വീണ്ടും അന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനല്ല, ആവശ്യങ്ങൾ വളരെ കൂടി. പാരമ്പര്യത്തിൻ്റെ പേരിൽ നമ്മളതിനെ വേറൊരു രീതിയിൽ കമേഴ്ഷ്യലായിട്ട് കണ്ടുകൊണ്ട് ചിലപ്പം സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആവശ്യം ഇതിൻ്റെ ഒരു കപ്പാസിറ്റി, എത്രമാത്രം നമുക്ക് മണൽ വാരാം, എത്രമാത്രം കട്ട കുത്താം എന്നുള്ളതിനെയും ഒരു അസസ്മെൻറ്റ്, ഒരു റിസോഴ്സ് അസസ്മെൻ്റ് എന്നൊക്കെ പറയും. ഈ ഒരു അസസ്മെൻറ്റ് നടത്താൻ കഴിയണം. അങ്ങനെ അസസ്മെൻറ്റ് നടത്തി എങ്ങനെ വാരാം, എവിടെ വാരാം, അതേ മണൽ വാരുന്നതും ഈ പറഞ്ഞ പോലെ ആഴം കൂട്ടുന്ന പോലെയാണ്, ഏത് സ്ഥലത്ത് എപ്പോൾ വാരാം. അപ്പോൾ അത് ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ് വേണം, സയൻറ്റിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്. ആ ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എക്സ്പെർട്സ് തന്നെ വേണം. അങ്ങനെ ആ എക്സ്പെർട്സിൻ്റെ ഗൈഡ് ലൈൻസോട് കൂടി തീർച്ചയായിട്ടും നമുക്കിതിനെ വരാൻ കഴിയണം. AC കനാൽ തുറക്കുന്നത് കൊണ്ട് വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാശ്വതം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അല്ല, പക്ഷേ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. അപ്പോൾ ആ കനാലിനെ തീർച്ചയായിട്ടും റീസ്റ്റോർ ചെയ്തേ പറ്റൂ. അങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ
പറയുന്ന വെള്ളപ്പൊക്കത്തിന് പരിധി വരെ ഒരു കൺട്രോളാകും. അപ്പോൾ അതും റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയാണ് അത് അവർ ചെയ്യാറുള്ളത്. അതിനകത്ത് പിന്നെ കുടിയൊഴിപ്പിക്കലൊന്നും അങ്ങനെയുള്ള പ്രശ്നമില്ല. അത് ജനങ്ങളുമായിട്ട് അവതരിപ്പിച്ച് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻജിനീയറിംഗ് ആണ്. ആ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ എൻജിനീയറിംഗ് ഇവിടാണ് നമ്മുടെ IIT പോലുള്ള സ്ഥാപനം, നമ്മുടെ തന്നെ CWRDM പോലുള്ള സ്ഥാപനം. അപ്പോൾ ഇവരുടെ ഒപ്പീനിയൻ, അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ കൂടി ഈ കനാലിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റാൻ കഴിയണം. അവിടെ വേണ്ടത് നമുക്ക് ശാശ്വത പരിഹാരം എന്ന് പറയുമ്പോൾ കുട്ടനാടിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഉള്ള കയ്യേറ്റം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ റീഹാബിലിറ്റേഷന് പണം ചിലവാക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഇൻസെൻറ്റിവൈസ് ചെയ്തുകൊണ്ട് ഈ കനാലിനെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ വേണം. പിന്നെ തണ്ണീർമുക്കം ബണ്ടും നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു. ഒന്ന്, തണ്ണീർമുക്കം ബണ്ട് വന്നത് നമ്മുടെ അവിടുത്തെ പുഞ്ചകൃഷിയെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അതായത് 2 പ്രാവശ്യം മഴയത്ത് ചെയ്യുന്ന വിരിപ്പ് കൃഷിയും വേനൽക്കാലത്ത് ചെയ്യുന്ന പുഞ്ചകൃഷിയും. അപ്പോൾ പുഞ്ചകൃഷിക്ക് വേണ്ടി ഉപ്പുവെള്ളത്തെ നമുക്ക് ഇങ്ങോട്ട് കടത്തി വിടാതിരിക്കാൻ വേണ്ടി ആണ് ആ ഒരു ബാരേജ് വന്നത്. അപ്പോൾ ഉപ്പുവെള്ളം കടന്നു വരാതിരുന്ന് ഫ്രഷ് വാട്ടർ വന്നു. ഫ്രഷ് വാട്ടറിൽ നമ്മൾ നെൽകൃഷി ചെയ്തു. ചെറിയൊരു ഉപ്പിൻ്റെ അംശത്തോടു കൂടി നമ്മളത് നെൽകൃഷി രണ്ടാമത് കൊണ്ടുവന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. പക്ഷെ അത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊല്യൂഷൻ, ഇപ്പോൾ ബാരേജിൻ്റെ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി അതിൻ്റെ വാട്ടർ ഫ്ലോയെ തടസ്സം ചെയ്തു. വാട്ടറിൻ്റെ പൊല്യൂഷനെ വിശേഷം പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എനോർമസ് ക്വാണ്ടിറ്റി ഓഫ് ഈ NPK നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും ആഗോളതലത്തിൽ തന്നെ ഈ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ, ഈ നൈട്രജൻ ഫോസ്ഫറസ് സൈക്കിളിനെ ബാധിക്കുന്ന തരത്തിലുള്ള കൃഷി രീതികൾ, അതുപോലെ യൂട്രോഫിക്കേഷൻ, അതായത് ഈ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവിടെ പോളയുടെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ കാരണം ഈ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസറിൻ്റെ റെസിഡ്യൂ വരുന്നത് ഈ ജലാശയങ്ങളിലേക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജലാശയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇൻവേഡറായിട്ടുള്ള ഈ നമ്മുടെ കുളവാഴ പോലുള്ള സസ്യം കൂടുതലായിട്ട് വളരും. അത് വളരുന്നതോടുകൂടി സംഭവിക്കുന്നത് ജലാശയത്തിൻ്റെ ജൈവ സമ്പത്ത് മൊത്തം നശിക്കുന്നു. അപ്പോൾ വേണ്ടത് ഈ ബണ്ട്, അതും സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നിർദ്ദേശിച്ചിരുന്ന കാര്യമാണ്. കാരണം അവിടുത്തെ ഒരു ഷട്ടർ സിസ്റ്റം, ആ ഷട്ടർ സിസ്റ്റം കറക്റ്റായിട്ട് അതിൻ്റെ 90ഓളം ഷട്ടേഴ്സുള്ള ഒരു ബാരേജാണത്. അപ്പോൾ ഈ ബാരേജിൻ്റെ മോഡേണൈസേഷൻ, കാരണം വേണ്ടപ്പോൾ അതിനെ തുറക്കാനും അല്ലാതെ 6 മാസം തുറന്നിടുക 6 മാസം അടച്ചിടുക എന്നതിലുപരി വേണ്ടി വരുമ്പോൾ തുറക്കുകയും ഉള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപ്പിനെ കയറ്റി ഇറക്കാൻ കഴിയും. ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഈ പോളയുടെ ശല്യം നമുക്ക് കുറയ്ക്കാൻ കഴിയും. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരത്തേക്ക് അവിടത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ 2 കൃഷിയും നെല്ല് തന്നെ ചെയ്യണമോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. കാരണം ഒരു വെറ്റ്ലാൻഡ് റൈസ് പാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ രീതിയിലുള്ള ഉപയോഗം വരുമ്പോൾ അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫെർട്ടിലൈസർ കൊണ്ട് വരുന്ന പൊല്യൂഷൻ, ഇതുകൂടാതെ വരുന്ന ഒരു എമിഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം വെറ്റ്ലാൻഡ് റൈസ് പാഡീസ് സ്വാംപി വെജിറ്റേഷനാണ്. അവിടെ മീഥൈൻ്റെ ക്വാണ്ടിറ്റി കൂടി വരും. അപ്പോൾ മീഥൈൻ ഈസ് എ ബിഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഒരു നമ്മുടെ കാർബൺ ഡയോക്സൈഡിനേക്കാൾ അപകടകാരിയാണ് മീഥൈൻ. അപ്പോൾ അത് തന്നെ ഇപ്പോൾ വെറ്റ്ലാൻഡ് റൈസ് സിസ്റ്റത്തെ ഡെവലപ്ഡ് കൺട്രീസൊക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ്
ഈ ഒരു നെല്ല് ഒരു മീൻ എന്ന് പറഞ്ഞ അപ്രോച്ച് പാരിസ്ഥിതികപരമായിട്ട് ഏറ്റവും ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു നെല്ലും ഒരു മീനുമാണ്. ആ ഒരു മീനെന്ന് പറഞ്ഞാൽ ഒരു മീനല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മീനിൽ വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ വേണം. ഒരു നെല്ലെന്ന് പറയുമ്പോൾ ഒരു നെല്ലല്ല, അവിടെ വൈവിധ്യമാർന്ന നെല്ലിൻ്റെ ഡൈവേഴ്സിറ്റി വേണം. അങ്ങനെ അതും ഒരു എന്താ പറയുക, ഒരു അഗ്രികൾച്ചറൽ പ്ലാൻ കൃത്യമായിട്ട് ചെയ്താൽ ഈ തണ്ണീർമുക്കം ബണ്ടിനെ നമുക്ക് സസ്റ്റൈനബിളായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ടാക്കിയത് ഈ പറയുന്ന ഫ്ലഡ് വാട്ടറിനെ ഇത് ചെയ്യാൻ വേണ്ടിയായിരുന്നു, അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക, ഒഴുക്കി വിടുക. ആ അർത്ഥത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ വന്നത്. അത് സെപ്പറേറ്റ് കനാൽ ഉണ്ടാക്കി ചെയ്യുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് അച്ചൻകോവിൽ പമ്പ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മൗത്ത് നമ്മുടെ കൊച്ചിൻ മൗത്തായിരുന്നു, ആ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ തിരിച്ചു വിടാനായിട്ട് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അതിന് പുറമെ അനദർ വേ അറേബ്യൻ സീയിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കനാലുണ്ടാക്കി ഈ സ്പിൽവേ ചെയ്തത്. അതുപോലെ സ്പിൽവേ ഷട്ടേഴ്സൊന്നും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാതെ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതും ഫൗണ്ടേഷൻ, സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഈ രണ്ട് സ്ട്രക്ചേഴ്സിനെ, ഇതുകൂടാതെ നമ്മുടെ ഇത് എന്താണ് തൃക്കുന്നപ്പുഴ ലോക്ക്, ഈ മൂന്ന് കാര്യങ്ങൾ, തൃക്കുന്നപ്പുഴ ലോക്ക്, തണ്ണീർമുക്കം ബാരേജ് ആൻഡ് തോട്ടപ്പള്ളി സ്പിൽവേ, ഇതിനെ നവീകരിക്കാൻ, മോഡേണൈസ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ നവീകരിച്ചില്ല എങ്കിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്തില്ല എങ്കിൽ വീണ്ടും വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഭീഷണി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിനോട് ചേർത്ത് നിർത്തി കൃഷിയെ മാറ്റിയേ പറ്റുകയുള്ളൂ. കാരണം ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അനുഭവിക്കാൻ പോകുന്ന ഭൂ ഏരിയ കുട്ടനാടാണ്. കാരണം അതൊരു ബിലോ സീ ലെവലായിട്ടുള്ള പ്രദേശമാണ്. വലിയ അതിൻ്റെ എന്താ പറയുക, ഒരു വാട്ടർ സ്കേപ്പാണ്, അതൊരു ലാൻഡ്സ്കേപ്പ് അല്ല, ഒരു വാട്ടർ സ്കേപ്പാണ്. അതും നല്ലൊരു ഭാഗവും കടലിനടിയിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സീ ലെവൽ ഉയരാൻ പോകുന്നത് ഏതാണ്ട് നമ്മുടെ 2050 ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 30 സെൻറ്റിമീറ്ററോളം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ കൃഷി മാറ്റം എന്ന് പറയുമ്പോൾ, ഈ കടലിൻ്റെ റൈസ്, സീ ലെവലിൻ്റെ റൈസിനെ കാണാൻ കഴിയണം. അതുപോലെ ഇതിൻ്റെ അപ്സ്ട്രീമിലുള്ള, ഇപ്പോൾ നമ്മൾ ഈ മാനേജ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടെ ഒരു പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നത്, നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻ ഇല്ല, മനസ്സിലായില്ലേ? നമ്മുടെ ലാൻഡ്സ്കേപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാനും അതുപോലെ ഒരു സിനർജൈസ്ഡ് പ്ലാൻ, നമ്മളെ സീയെയും മൗണ്ടനെയും കണ്ടുകൊണ്ടുള്ള പ്ലാൻ. ഇപ്പോൾ ഇതിൻ്റെ കുട്ടനാടിൻ്റെ ഇത് രണ്ടും ആവശ്യമാണ്. കാരണം എന്താ പറയുക, ബിറ്റ്വീൻ ഈ പറയുന്ന സീ ആൻഡ് ഡെവൾ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഡെവൾ എന്ന് ഞാൻ പറയുന്നില്ല, ബിറ്റ്വീൻ സീ ആൻഡ് മൗണ്ടൻ, രണ്ട് ഇതിൽ നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടുത്തെ ഈ പരിസ്ഥിതിയെ മൊത്തമായി കണ്ടുകൊണ്ട്, അപ്സ്ട്രീമിലുള്ള പരിസ്ഥിതി, മിഡ് സ്ട്രീമിലുള്ള പരിസ്ഥിതി, ഡൗൺ സ്ട്രീമിലുള്ള പരിസ്ഥിതി, മനസ്സിലായി? ഇത് ഡൗൺ സ്ട്രീം എൻഡാണ്. അപ്പോൾ ഇതിനെ ഡൗൺ സ്ട്രീമിനെ മാത്രം നോക്കിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ സിയെയും കാണണം. അപ്പോൾ അങ്ങനെ നോക്കി വന്നുകൊണ്ടുള്ള കൃഷിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അതിൽ ഒരു മാറ്റമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ, ഈ 2 നെൽ കൃഷി എന്നുള്ളത് നമുക്ക് 1 നെല്ലിലേക്ക് തന്നെ വരേണ്ടി വരും. അതായത് ഒരു അൾട്ടിമേറ്റായിട്ട് അങ്ങനെ തന്നെ വരേണ്ടി വരും. അതിന് ബദലായിട്ട് നമുക്ക് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. ആ മത്സ്യകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടനാടിൻ്റെ തനത് വൈവിധ്യം, മനസ്സിലായില്ല? കാരണം ഇതൊരു ബ്രീഡിംഗ് ഗ്രൗണ്ടും കൂടാണ്. ഞാൻ ഡോക്ടർ പത്മകുമാറിനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അറേബ്യൻ കടലിൽ നിന്ന് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പല മത്സ്യങ്ങളും അതിൻ്റെ പ്രജനനം നടത്തുന്നത് നമ്മുടെ ഇവിടാണ്, ഈ വേമ്പനാട് ലേക്കിലാണ്, മനസ്സിലായി? അപ്പോൾ അത് വരികയും അതിന് തിരിച്ചു പോവുകയും ചെയ്യാൻ കഴിയണം. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ തനത് മത്സ്യം, നമ്മുടെ തനത് മത്സ്യം കരിമീൻ, ഈ കരിമീന് ശുദ്ധമായ ഒരു ഹൈജീനിക് മീനാണത്. അതിൻ്റെ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈജീനിക് നേച്ചർ കീപ്പ് ചെയ്യാൻ കഴിയണം.
അപ്പോൾ എങ്കിൽ മാത്രമേ അതിൻ്റെ ബ്രീഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലുള്ള മത്സ്യത്തെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് റീസ്റ്റോർ ചെയ്യാം, അതിനെ റിജുവനേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾ വരണം. അവിടെയാണ് ഈ ഫിനാൻസിൻ്റെ ഒരു ആസ്പെക്റ്റ് വരുന്നത്. പ്ലാനിങ് മാത്രമല്ല, പ്ലാൻ ഉണ്ടാവും, പക്ഷേ ഇതിന് ഫണ്ട് ചെയ്യാൻ ആൾ വരണം. അപ്പോൾ ഫണ്ടിങ് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഫണ്ടിങ് ഡോണേഴ്സ് വിചാരിക്കും ഈ പറയുന്ന മെയിൻ സ്ട്രീം കൃഷി രീതികൾ, നെല്ല് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരേ മത്സ്യം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഫണ്ട് ചെയ്യാം. അതല്ല, വൈവിധ്യത്തെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുള്ള എക്കോളജിക്കൽ ഫാമിംഗ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫാമിംഗ്, ആ ഫാമിംഗ് ആയിരിക്കണം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ. പിന്നീട് ഇതിൻ്റെ ജൈവവൈവിധ്യ ശോഷണ പോലുള്ള പ്രശ്നങ്ങളിൽ ഈ ഉദാഹരണത്തിന് പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ പാരമ്പര്യ താറാവ് കൃഷിക്കാർ, പാരമ്പര്യ കക്കാവാരൽ തൊഴിലാളികൾ, ഇത് അവിടെ കുട്ടനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വൾണറബിളായിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗം, അവരുടെ എണ്ണം കുറവായിരിക്കും, പക്ഷെ അവരുടെ പ്രയാസങ്ങളുടെ ദുരിതം വളരെ വലുതാണ്. മനസ്സിലായി? അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ വരാൻ കഴിയണം. അപ്പോൾ ഈ നമ്മൾ അവരുടെ തൊഴിൽ എവിടെയാണെന്ന് വെച്ചാൽ അവർ നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല കൂടുതലും നിൽക്കുന്നത്, അവർ മത്സ്യകൃഷിയുമായിട്ടും ഈ കായലിൻ്റെ ജൈവ സമ്പുഷ്ടതയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആവാസ വ്യവസ്ഥ, അതായത് ആ വെറ്റ്ലാൻഡ് സിസ്റ്റം, ആ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ കടലും ഈ കായലും നമ്മുടെ തോടുകളും നമ്മുടെ ബണ്ടുകളും അതുപോലെ ചെറിയ ചെറിയ സ്വാമ്പി ഏരിയാസ് എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള പരിസ്ഥിതി, അതിൻ്റെ ഒരു ഹെട്രോജെനിറ്റി എന്നാണ് പറയുക. ആ ഒരു ഹെട്രോജനിക് നേച്ചർ, ആ നേച്ചർ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ്ലിഹുഡും ഡെവലപ്പ് ചെയ്യും. ഇപ്പോഴും ആ ലൈവ്ലിഹുഡ്സ് അവിടെ ഉണ്ട്, ഈ ലൈവ്ലിഹുഡ്സ് പോയിട്ടില്ല. ഞാൻ ഇപ്പോൾ പോകുമ്പോഴും ഞാൻ ഈ പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട കുട്ടനാട്ടിലുള്ള കക്കാവാരലും ഇപ്പോഴും കക്കാവാരൽ ചെയ്യുന്ന തൊഴിലാളികളുണ്ട്, ഇപ്പോഴും താറാവ് വളർത്തുന്ന തൊഴിലാളികളുണ്ട്, ഇപ്പോഴും ഈ പറയുന്ന ഫിഷിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുണ്ട്. പക്ഷേ അവരുടെ എണ്ണം കുറഞ്ഞു, അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് അവരെ ലാക്കാക്കിക്കൊണ്ട്, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയുന്നുണ്ടായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം എനിക്ക് തോന്നുന്നത് ഈ കുട്ടനാട്ടിലെ ഇത്തരം ജനവിഭാഗമാണ്. അപ്പോൾ അതാണ് എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത്. പിന്നീടുള്ളത് ചോദിച്ചിരിക്കുന്നത് കുട്ടനാട്ടിന് അതിന് പ്രത്യേകമായൊരു മാനേജ്മെൻറ്റ് ബോഡി, മാനേജ്മെൻറ്റ് പ്ലാൻ ഇതൊക്കെ വേണമോ? യഥാർത്ഥത്തിൽ വേണം. കുട്ടനാട് പ്രോസ്പെരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് സ്വാമിനാഥൻ പ്രൊഫസർ പ്രത്യേകം ശുപാർശ ചെയ്ത ഒരു കൗൺസിലാണത്, പ്രോസ്പെരിറ്റി കൗൺസിൽ. ഈ പ്രോസ്പെരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷനിലൊക്കെ ഞാനും കൂടെ പങ്കെടുത്താണ് അത് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി. ആ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, നമ്മുടെ CM അത് ഹെഡ് ചെയ്യുന്നു, എന്നിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡറെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൗൺസിൽ. ഈ കൗൺസിൽ അതിനെ തുടർന്നാണ് ഈ ഒരു കായൽ ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്, ഗവേഷണ കേന്ദ്രം മാത്രമല്ല, കായൽ ഗവേഷണ പഠന പരിശീലന കേന്ദ്രം, അങ്ങനെ ഒരു കേന്ദ്രം MSSRF ശുപാർശ ചെയ്തു. അപ്പോൾ അത് ശുപാർശ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ പരിശീലനത്തിന് ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ കൃഷിക്കാരെയും അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരെയും പരിശീലിപ്പിക്കുക, അവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിയെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ടും ശീലവൽക്കരിപ്പിച്ചുകൊണ്ടും വാട്ടർ മാനേജ്മെൻറ്റിനെ സുസ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ബോഡി വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് സിസ്റ്റമാണ്, മനസ്സിലായില്ലേ? അത് FAO പോലുള്ള ലോക ഭക്ഷ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അധികായമായൊരു സ്ഥാപനം അംഗീകരിച്ചതാണ്, മനസ്സിലായില്ലേ? ഇന്ത്യയിൽ എന്നുള്ള 3 ജിയാ സൈറ്റ്സിൽ ഒരു സൈറ്റാണിത്. അപ്പോൾ നമുക്ക് ശാസ്ത്രീയ അടിത്തറയുള്ള ജനകീയ പങ്കാളിത്തമുള്ള ഒരു പഠന പരിശീലന കേന്ദ്രവും
അതിനോടൊപ്പം ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതാണ് അതിൻ്റെ ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്, അതിൻ്റെ ഭരണവും ഗവേണൻസും അതിൻ്റെ മാനേജ്മെൻറ്റും ഇതിന് ഈ പഠന പരിശീലന കേന്ദ്രത്തിൻ്റെ ഗൈഡൻസോടുകൂടി അങ്ങനൊരു കേന്ദ്രം വരാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത് ശാശ്വത പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടെയുള്ള ആളുകളെല്ലാം മാറ്റിയതിന് ശേഷം ഇതിനെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാക്കി മാറ്റണം. വേറെ അവിടെ ഹാബിറ്റേഷൻ പാടില്ല. അതിനെ ഈ പറഞ്ഞ ഒരു പ്രൊട്ടക്റ്റഡ് വാട്ടർ സ്കേപ്സ് ഒരു പ്രൊട്ടക്റ്റഡ് വാട്ടർ ലാൻഡ്. പക്ഷെ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വികസനം അല്ല നമുക്ക് സാധ്യമാകുന്നത്. ആ ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു വികസനമാണ്. അങ്ങനെ പറ്റില്ല. നമുക്ക് വേണ്ടത് ഒരു എവല്യൂഷൻ, പ്രകൃതിയും മനുഷ്യനും കൂടെ ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു പ്രത്യേകമായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്ലാൻ തന്നെ വേണ്ടി വരും. പിന്നെ ലാസ്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് കുട്ടനാടിൻ്റെ ബണ്ടുകൾ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് എങ്ങനെ പുനർനിർമ്മിക്കാം. അപ്പോൾ ഇതും ബയോ ബണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും ബയോ ബണ്ട് മാത്രം സാധ്യമാകില്ല. കാരണം ഇപ്പോൾ വലിയ ജലാശയങ്ങൾ വരുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് കോൺക്രീറ്റ് ബണ്ട്സ് തന്നെ വേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞ നോട്ട് ഐദർ കോൺക്രീറ്റ് ഓർ ബയോ ബണ്ട്, നോ, ബോത്ത് വി നീഡ്. അപ്പോൾ എവിടാണ് ഈ കോൺക്രീറ്റ് ബണ്ട് വേണ്ടി വരുന്നത്? കോൺക്രീറ്റ് ബണ്ട് വേണ്ടി വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ബ്രീച്ചുള്ള പ്രദേശം, അതുപോലെ ഇതിൻ്റെ വിസ്തൃതി കൂടുതലുള്ള പ്രദേശം, ഈ വെള്ളം വന്ന് കയറുന്ന തോടുകളുടെ വിസ്തൃതി കൂടുതലുള്ള പ്രദേശം. പക്ഷേ ചെറിയ കനാലുകളുടെ സ്ഥലങ്ങൾ, ചെറിയ കനാലുകൾ, കാരണം അവിടുത്തെ കുട്ടനാടിനെ സംബന്ധിച്ച് ക്രോസ് ആയിട്ടുള്ള നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള സിസ്റ്റമായിരുന്നു. അതെല്ലാം നമ്മളവിടെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കാരണം ഇതൊരു വെബാണ്. ആ വെബ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി സിസ്റ്റം പോലാണ്, മനസ്സിലായില്ല. നമ്മുടെ പല നാഡീ ഞരമ്പുകൾ ആയിരുന്നു അവിടുത്തെ ഈ തോടുകളും ജലാശയങ്ങളും ഒക്കെ. അപ്പോൾ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ ജൈവ ബണ്ടെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവിടുത്തെ ഗാർഡൻ ലാൻഡ്, അത് തന്നെയാണ് അവിടുത്തെ ഒരു വലിയ ബണ്ട് വന്നത്. അവിടുത്തെ ഗാർഡൻ ലാൻഡ് എന്ന് പറയുന്നത് കോക്കനട്ട് ബേസ്ഡ് ആയിരുന്നു. ഇപ്പോൾ അവിടെ കുട്ടനാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന കോക്കനട്ടുകളൊക്കെ, നാളികേരങ്ങളൊക്കെ, തെങ്ങുകളൊക്കെ മണ്ട ഉണങ്ങി നിൽക്കുന്ന തെങ്ങുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് മണ്ട ഉണങ്ങി നിൽക്കുന്ന തെങ്ങുകളെന്ന് പറഞ്ഞാൽ ഈ ബണ്ടിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ആ ഗാർഡൻ ബണ്ട് അതിനെ ഈ ചെളിയും അതിൻ്റെ ആ മണ്ണിൻ്റെ ജൈവ വൈവിധ്യം, മണ്ണിലുള്ള വൈവിധ്യം കംപ്ലീറ്റ് നശിച്ചു പോയി. അപ്പോൾ ബയോ ബണ്ട് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ കര പ്രദേശം, കുട്ടനാട്ടിലെ കരപ്രദേശം, ഈ പറയുന്ന ഗാർഡൻ ലാൻഡ് എന്നാണ് പറയുന്നത്, അതിനെ തിരികെ കൊണ്ടുവരാൻ കഴിയണം. പിന്നീട് അവിടെയുള്ള നമ്മുടെ തോടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈതക്കാടുകളായിരുന്നു. ഈ കൈതക്കാടുകൾ നമ്മൾ പാമ്പിൻ്റെ ശല്യം എന്ന് പറഞ്ഞ് നമ്മളതിനെ നശിപ്പിച്ചു. അപ്പോൾ കൈതക്കാട് എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡിൻ്റെ ഏറ്റവും വലിയൊരു സോയിൽ ബയൻഡർ എന്ന് പറയുന്നത് ഈ കൈതയാണ്. നിങ്ങളതിൻ്റെ റൂട്ട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റമാണ്. നമ്മുടെ കണ്ടൽ പോലെ തന്നെയാണ്. അപ്പോൾ കണ്ടലുകളും അവിടെ വേണം. കാരണം പണ്ട് അവിടെ കണ്ടലുകൾ ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെ, കൈതക്കാടുകൾ ഉൾപ്പെടെ, തെങ്ങിൻ പുരയിടം ഉൾപ്പെടെ ഉള്ള കര പ്രദേശങ്ങളും അവിടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം കരപ്രദേശങ്ങൾ ഈ ബണ്ടുകളെ സപ്പോർട്ട് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ വെള്ളത്തെയും കരയെയും ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അടുത്ത 10 വർഷത്തേക്കുള്ള ഇക്കോ റെസ്റ്റോറേഷൻ പ്ലാനാണ്. അപ്പോൾ അടുത്ത 10 വർഷത്തേക്കുള്ള ഇക്കോ റെസ്റ്റോറേഷൻ പ്ലാനിൽ വേണ്ട സയൻസ് എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഇക്കോളജിയാണ്. അപ്പോൾ അത് വെറ്റ്ലാൻഡിനെ സംബന്ധിച്ച വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ ഇക്കോളജി ഹൈഡ്രോളജിയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ ഇക്കോളജി അറിയാവുന്നവർ, അതുപോലെ ഇതിൻ്റെ ഹൈഡ്രോളജി നന്നായിട്ട് മനസ്സിലാക്കിയ എക്സ്പെർട്സ്, അതുപോലെ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി, അത് ഫിഷർമൻ കമ്മ്യൂണിറ്റി, നമ്മുടെ സ്മോൾ ഹോൾഡർ റൈസ് ഫാമിംഗ് കമ്മ്യൂണിറ്റി, ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ
നമുക്കുണ്ടാക്കാൻ കഴിയണം. എന്നിട്ട് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ബോഡിയും നമുക്ക് ആവശ്യമുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ കുട്ടനാടും എടത്തുവ സെന്റ് അലോഷ്യസ് കോളേജിന്റെ അലോഷ്യൻ സ്റ്റഡി സെന്റർ ഓൺ കുട്ടനാടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ഈ പാനൽ ചർച്ചയിൽ പങ്കെടുത്തതിനുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. കുട്ടനാടിന്റെ വികസനത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പദ്ധതികൾക്കും പഠനങ്ങൾക്കും എന്നും താങ്ങും തണലുമായി നിന്ന സ്ഥാപനമാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടനാടിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്കു വേണ്ടിയുള്ള എല്ലാവിധ പദ്ധതികളെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനുമായി ചേർന്ന് എടത്വ സെന്റ് ലൂഷ്യസ് കോളേജിന്റെ അലോഷ്യൻ സ്റ്റഡി സെന്ററിന് ഈ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുവാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യം ആദ്യമേ അറിയിക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്നത്തെ ഈ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാ പാനൽ അംഗങ്ങളും കുട്ടനാടിനെ പറ്റി ദീർഘമായി പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും അതുപോലെ തന്നെ കുട്ടനാടിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ എന്ത് പരിഹാരങ്ങൾ നൽകാം എന്നതിനെ പറ്റി വലിയ വിഷയവിജ്ഞാനം ഉള്ള വ്യക്തികളുമാണ്. ഇന്നത്തെ ഈ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കുട്ടനാട് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ ക്ലസ്റ്റർ കോർഡിനേറ്ററും പരിസ്ഥിതി പ്രവർത്തകനുമായ ജിബിൻ തോമസിനോടുള്ള എന്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ പാനൽ ചർച്ചയുടെ ആലോചനാ ഘട്ടം മുതൽ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നെടുന്തൂണായിട്ട് നിന്നത് അദ്ദേഹമാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലൂടെയും കുട്ടനാട് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററിലൂടെയും അദ്ദേഹം കുട്ടനാടിനു വേണ്ടി ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെയും ആദരവോടെ കാണുകയും ഈ ഒരു പദ്ധതിക്കായിട്ട് അനുമതി നൽകിയതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാന വ്യാപന പദ്ധതികൾ ഒരുമിച്ച് നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിന്തകളിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ആശയം പങ്കുവച്ച സെന്റ് ലൂഷ്യസ് കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ ജോച്ചൻ ജോസഫിനുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പാനൽ ചർച്ചയ്ക്ക് മറ്റു സഹായങ്ങൾ നൽകിയ അലോഷ്യൻ സ്റ്റഡി സെന്റർ കോർഡിനേറ്റർമാരായ പ്രൊഫസർ മനോജ് സേവ്യർ, പ്രൊഫസർ ബാബു തോമസ്, അതുപോലെ തന്നെ കെമിസ്ട്രി വിഭാഗത്തിന്റെ അധ്യക്ഷ ഡോക്ടർ അനു അഗസ്റ്റിൻ എന്നിവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ നൽകുന്നു. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സീനിയർ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ, CWRDM സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് രജിസ്ട്രാർ ഡോക്ടർ ഹരികുമാർ PS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുട്ടനാട് ക്യാമ്പസിലെ പ്രൊഫസർ ഡോക്ടർ N സുനിൽകുമാർ, മങ്കൊമ്പ് റൈസ് റിസർച്ച് സ്റ്റേഷൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ M സുരേന്ദ്രൻ. ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് ഞങ്ങളോട് സംസാരിച്ച എല്ലാ പാനലിസ്റ്റുകൾക്കും ഒറ്റവാക്കിൽ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പാനൽ ചർച്ചയിൽ ഭാഗമായ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കുട്ടനാടിനെ പറ്റിയും അല്ലെങ്കിൽ കുട്ടനാടിന്റെ വികസന പദ്ധതികളെ പറ്റിയും പഠനങ്ങളെ പറ്റിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ കുട്ടനാട് കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ പാനൽ ചർച്ചയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.